എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്തം നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ. അല്പമാപ്പം വിശപ്പിനു സ്വൽപ്പവെള്ളം ദാഹിക്കിൽ. അല്പമാപ്പം വിശപ്പിനു സ്വൽപ്പവെള്ളം ദാഹിക്കിൽ. സ്ഥലം ഹാവിശേഷം ഫലമെത്ര മധുരം. സ്ഥലം ഹാവിശേഷം ഫലമെത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ടു സ്വർഗത്തിൽ. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ടു സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപാറുദീസായിൽ. എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു. എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേണ്ടും പോലെ യാത്രയ്ക്കായി
പുതുശക്തി തരുന്നു. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ളാകാശത്തിൽ പങ്കുതന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കുതന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ള ആശ്രയമേ. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ള ആശ്രയമേ. പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മിതമായി ഉള്ള 12 ഗോപുരമേ. തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കോതിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നോ ഞാൻ ചേർന്നിടുമോ. അന്ധതയില്ല നാടേ ദൈവതേജസാൽ മിന്നും വീടേ. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ. അളവന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ. എന്നോ ഞാൻ ചേർന്നിടുമോ.
കഷ്ടതയില്ല നാടേ, ദൈവഭക്തരിൽ വിശ്രാമമേ. പുകൾ പെരുകും പുത്തനെറുശലേമേ, തിരുമാർവിൽ നിന്നു ഞാൻ ചാരിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്തോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. ശുദ്ധവും ശുഭ്രവുമായുള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷ ഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനു ജ്ഞാനമേ. തിരുമനസ്സുകൊണ്ട് ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഇപ്പോൾ തിരുമനസ്സുകൊണ്ട് സന്ധ്യാനമസ്കാരത്തിനും തുടർന്നുള്ള പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകും. ഫ്യൂന്യ തിരുമനസ്സിനും വന്യവൈദിക ശ്രേഷ്ഠർക്കും ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം സ്ഥലം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. മുറ്റത്തെ പന്തലിലേക്ക് കുറച്ച് പേർക്ക് ഇറങ്ങി നിൽക്കുവാൻ സാവകാശം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. കുറച്ച് പേര് ഇവിടെ കസാരയിലോട്ട് ഇരുന്നോളെ. സന്ധ്യാനമസ്കാരം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവിയിലായ ആരോട് കരുണയും രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷയുള്ളമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഫലമായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള എന്റെ അർത്ഥമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനായുള്ളവേ നിനക്ക് സ്തുതി. കബറടക്കപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി.
നിനക്ക് സ്തുതിയും നിന്നെ അയച്ച പിതാവിനും പരിശുദ്ധ റൂഹായിക്കും പുകഴ്ച ഉണ്ടാകട്ടെ. ബാറയ്ക്കുമോ തിരുവുള്ളത്താൽ 3 ദിവസം കബറിൽ പാർത്തവനായ തൃത്വത്തിലൊരുവനായുള്ളവനെ നിന്റെ വലിയ രക്തത്താൽ വിളിക്കപ്പെട്ടവരായ മരിച്ചവരെ ജീവിപ്പിക്കണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ സൃഷ്ടിപ്പിനാക്കണമേ. കർത്താവിന്റെ ആശ്രയെ കുറിച്ച് മരിച്ചവരെ പുണ്യമാക്കണമേ. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനേ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനേ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനേ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപിലായവരോട് കരുണയും രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാമം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. ഇഷ്ടം സുഖത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ആവശ്യം ഞങ്ങളെ രക്ഷയുള്ളമേ. അതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാവുന്നു. ആമേൻ. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഫലമായ കർത്താവേ ശിംശയാ വാഴ്ത്തപ്പെട്ടവൻ. ശുദ്ധമുള്ള നേർത്തറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ജനമരണ സമയത്തിലും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും 2 ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. കർത്താവേ പകൽ സമയത്തെ അധ്വാനങ്ങൾ ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകൾ ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ഈ സന്ധ്യാസമയം ശാന്തമായ തിരുസലിൽ നിലകൊണ്ട് നിത്യസ്തുതികളും അനുസ്യൂത സ്തോത്രങ്ങൾ നിനക്ക് അർപ്പിക്കുവാനും ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ച് നയിക്കുന്നവനും ഞങ്ങളെ ആത്മാക്കളുടെ സഹായിയും രക്ഷിതാവുമായ നിൻ്റെ കൃപയ്ക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ നിന്നെ ഞാൻ വിളിച്ചു. എന്നോട് നീ ഉത്തരമരുളി ചെയ്ത് എൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് കൈക്കൊള്ളണമേ. പ്രാർത്ഥനയും വാദവും പോലെയും കാഴ്ചപോലെയും കൈക്കൊള്ളണമേ. ദുഷ്കാരനെ ചായുകയും ഞാൻ എന്നെ ഞാൻ അപഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണയുടെ തലയെ കൊഴിപ്പിക്കരുതേ. എന്നാൽ പ്രാർത്ഥന അവരുടെ ദോഷനിമിത്തമാകുന്നു. അവരുടെ വിധികർത്താക്കൾ പാറയിൻ മനയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങളെ അവർ കേട്ടു. ഭൂമിയെ കുഴർന്ന് ചിതറിക്കുന്ന പോലെ പാതാളത്തിലേക്കപ്പെട്ടു. കർത്താവേ സ്വർണ്ണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണികൾ മറച്ചു വെച്ചിട്ട് പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് ഞങ്ങളുടെ വലകളിൽ വീഴുമാറാകണമേ. കർത്താവിനെ വിളിച്ചു. കർത്താവിനെ അപേക്ഷിച്ചു. തിരുസന്റെ സങ്കടം ഞാൻ തിരുമ്പന്റെ അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് ഉണ്ടപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഒടുവഴികൾ അറിയുമല്ലോ. എന്റെ നടപ്പുള്ളവിടെ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നില്ലെന്ന് ഞാൻ കണ്ടു. സംഗീത സ്ഥലം എനിക്കില്ലാതെയായി. എൻ്റെ ആത്മാവിന് വേണ്ടി പകരം ചോദിക്കുന്നവനുമില്ല. കർത്താവേ ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ ആശ്രയവും ജീവനുള്ള ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നു. എന്നെ വിടുവിക്കണമേ. നാലോന്നേക്കായി തീർന്നു. ഞാൻ നാമത്തെ എന്റെ ആത്മാവിനെ കാരാഗ്രഹം പുറപ്പെടുവിക്കണം. നീ എനിക്ക് വേണ്ടി പാരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. നിന്നെ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ എൻ്റെ വായിലെ വാക്കുകൾ നീ ഇഷ്ടപ്പെട്ട്
നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഇപ്പോഴും നിന്റെ കയ്യിലിരിക്കുന്നു. ന്യായപ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർ എനിക്കായി കണിയിൽ വെച്ചു. ഞാൻ തെറ്റിപ്പോയില്ല. ഞാൻ എൻ്റെ സാക്ഷി നീക്ക് ആവശ്യപ്പെടുത്തി. എന്നാൽ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു. എന്നെ സത്യത്തോട് ചെയ്യുവാനായിട്ട് ഞാൻ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. മനോലം വാദാമല്ലോലം ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ. നൃപപാതി സവീതം ശമവും ശാന്തിയും ഉലകെങ്ങും വാഴട്ടതിനാൽ സദയം നീക്കിടട്ടെ സകല നിവാസങ്ങളിൽ നിന്ന് അരിശത്തിൻ ദണ്ഡം സ്തൗമൻ കാലസ്കുറിയേലായിസോ വാഴ്ത്തുവിൻ ഉത്തമരേ പരിമളധൂപൈതം ദൈവത്തിൻ ജനനി കന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ. പാറയ്ക്കുമോ മനവോലം വാദാമില്ലോലം പരിമളധൂപൈതം വൈദികമൽപാന്മാ നീതി പ്രിയർ സിദ്ധർ കോർമ്മ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട. ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ കാണുവാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി ഇതിൽ വിധി ചെയ്യും ന്യായാധിപതി നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ രാപകലടിയങ്ങൾ കാശ്രയമങ്ങല്ലോ. എലോറുശലേമിൽ മഷിഹാസന സവിധേ സ്മൃതി വിശ്വാസികളാം മൃതരാർജിക്കട്ടെ. മുറിയോറാഹിൻമേലൈനുവാദാറേ മൊഴിയിലേതനിലും ദേവാകാരങ്ങളിലെല്ലായിടത്തു കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമ്മ. നിർമ്മലമാം കന്യത്വത്തിൽ തിരുവുള്ളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തന്നുദരത്തിൽ ഭുവിസ്വർഗേ തൽ സ്മൃതി വളരട്ടെ. കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ. നാഥ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃ സ്മരണത്തിൽ. നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദൈവസുത സ്തോത്രം ദേ. കർണത്താൽ അവനെ കൈക്കൊണ്ടുതരേ പേരെ ഗർഭാശയ കന്യാമുദ്രകളിന്നും നിർഗതനായി ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതിയധികം താഴ്മ വരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു. പ്രാർത്ഥിപ്പിൻ ശ്ലീഹന്മാരെ കർത്താവോടായി ഭിന്നത സഭതൻ സന്താനങ്ങളിൽ ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർക്കികരതിനെ ചുറ്റുന്നു. സത്യമതാം മുശീലവചനം കനകം പോൽ ശോധിച്ചിടട്ടെ. വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയം ചേർന്നു. ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധ യാതനയെയും കൂസിടാതെ
എളരുതിരത്താൽ ധവളിമയങ്കങ്ങൾ കുളവാക്കി പീഡകളെ വെന്നിക മഷിഹായെ സ്നേഹിച്ചോ ധന്യന്മാർ നിങ്ങൾ. ഓ സ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കായി. മാർത്തോമാ പണ്ഡിത രോഗാർത്തർക്കായി സൗഖ്യമേറ്റിടുവാൻ അധികാരം ദേ നൽകി പരൻ. പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്ക് ഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും. ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. ആഹ്വാനം ചെയ്യുന്നുദവിക്കെത്തുക നാഥ. കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപവിധികർത്താക്കളിൽ അവനുളവാക്കി. ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു. കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സ്ലീവായ. ന്യായാധിപതേ അങ്ങേ കരിശു ചേർത്ത കടത്താൽ എന്തല താഴ്ത്തരുതേ വിധികേഹേ. മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും. നിന്തിരുമയും രക്തവും ഓർത്തന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാൽ സ്ലീബ ഞാൻ കൂപ്പി പിഴപോക്കി. നിന്മേരുധിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി. ഖേദം വേണ്ട മഷിഹായിൽ പ്രതിപൂണ്ടോരേ. ആസന്നം പ്രതിഫലമേകും പുനരും ധാനദിനം. കേടന്നെ കബറുകളിന്നും നിങ്ങളെഴുന്നേ. തതിവേഗം രാജാത്മജനെ എതിരെ പാലെത്തും. മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ. കനിവാലാദാം സുതജീവപ്രദനെ കൃപ ചെയ്യുക. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ. ഹാലേലൂയ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരനുടെ നാൾകളോ. ഹാലേലൂയ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. മിനവോലം വാദാവല്ലോലം അൽമീനമേ. നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരെ നിൻ ജീവാസരമതുണർത്തണമേ. കബറിനുജ്ഞാന തീനായി സ്തൗമൻ കാലസ്കുറിയേലായിസോ. ാവകമീരുലോകം നിന്നധികാരം താനേങ്ങും. സ്ലീബായാൽ ജീവിതരേഖ തൻപാൽ മുക്തി മൃതർക്കേക. ബാറയ്ക്കുമോ. സ്തോത്രം മൃതജീവപ്രദനെ കബർ നേറ്റിടുന്നോനെ. നിൻ പ്രേക്ഷകദാതേനുമാമലൻ റുഹായ്ക്കും ഹാലേലൂയ. മുറിയോറാഹിൻ മേലൈനു ആധാരേ. സംബന്ധം നൽകുക നാഥ. പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും. ഇതുപുത്രേ ഭൂപാലരതി കുംഭോവാങ്കൽ സ്വാതന്ത്ര്യം ദേ കാൺമതിനാലെ യാചിക്കുന്നു. നിർമ്മലമാണിക്കല്ലേ നീ നിന്നിലുദീച്ച ഫലമായോനോടർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അല്ലറവാസം ചെയ്യം മൃതരെ നേടുക ധൈര്യം.
തൽ സന്ദേശം കേൾപ്പിൻ സവിധം പുനരുത്ഥാനം. ദാമ്പത്യത്തിൻ ജഡരെ രൂപം നൽകിയൊരാംഗ്യം ആഹ്വാനത്താലഴിവന്യമേ എഴുന്നേൽപ്പിക്കൂ. ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃതരാം ഭക്തർക്കും സ്മൃതിയുയരത്തിലും ഈ സഭയിലും ഉണ്ടായിടട്ടെ. അവിടുത്തെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾക്ക് നേരെ നീ അടയ്ക്കരുതേ. പാപികൾ പാപികളാ നിങ്ങൾ ഏറ്റു പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, എന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകാൻ എന്റെ സ്നേഹത്തിന്റെ സാന്റവക്കിൽ ഇറക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണയും നമസ്കാരാജാവേ, നിനക്ക് സ്തുതി. പാറിക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. തിരുവിഷ്ണു സ്വർഗ്ഗത്തിനെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ കരണമേ. ഞങ്ങളുടെ കാരോടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷയുള്ളമേ. എന്തുകൊണ്ടെന്ന് ആ രാജ്യശക്തിയുമോ നിനക്കുള്ളതാകുന്നു. ആമീൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവേ ശിഷ്യ വാഴ്ത്തപ്പെട്ടു. ശുദ്ധമുള്ള നേർത്തറിയമേ, തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ജനപരണ സമയത്ത് േഷമുള്ളമേ. ആമീൻ. ഞാൻ ചുന്നൻ പാപത്താൽ ശുദ്ധർക്കേകും മോദപ്പൂങ്കാവിൽ വേലിക്കോ തന്നെ നാഥായൻ പാപം രോധിക്കല്ലേ. രക്ഷിച്ചെന്നെ നരകത്തിനേകുകവാസം തിരുഹിതമാം സ്ഥാനെ ബാറകുമോ. സുഹലാബോലബുറോൽ റൂഹോ കാദീശോ സ്തുതിയനുതാപക്കാർ മുൻപിൽ വാതിൽ തുറക്കും. രാജാവാം ഈശോ പാദകിയാം ഞാൻ ആർത്തിപ്പോ നൽവാരദാനത്താൽ മോദം നൽകുക ഭാവുക ദാതാവേ. തീരണമേ ഞാൻ നിന്നോട് പാപം ചെയ്തോരോട് ആർദ്രതയുള്ളോനെ അൻപുണ്ടാകണമേ. നിൻവേദി ദിവസത്തിൽ ആർത്തന്മാർവാതിൽ മുട്ടുന്നു കൃപാലോ. കനിവോടാർത്തനകൾ കുത്തരമരുളണമേ. വാനവനം താതാ യാചിക്കുന്നടിയാർ ഈ ശുശ്രൂഷയെ ചാർദ്രതോ നേടും. വാനവർത്തൻ മാനവർദ്ധൻ ഗതിയെ ഈ ശുശ്രൂഷേണം. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ.
മറിക്കുമോർ അത്യുന്നതന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമേ. പാറയ്ക്കുമോർ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും എന്റെ ശരണവും സംഖ്യാസ്ഥലമെന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അമൃതത്തിന്റെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിന്റെ വീണ്ടുകൊള്ളും. അവനവന്റെ തൂവൽ കൊണ്ട് നിന്നെ രക്ഷിക്കും, അവന്റെ ചെറുകിഴി നീ മറയ്ക്കപ്പെടും, അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പാൽ പറക്കുന്ന അവസരത്തിൽ നിന്നും ഇരുൾ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ചെലുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലത്തുഭാഗത്ത് 10,000 വീഴും, അവ നിങ്കിലേക്ക് അടുക്കയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാ സ്വന്തവാസലും ഉയരങ്ങളിലാക്കിയിരിക്കുന്നുവെന്ന് എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നെ അടുക്കയില്ല, ശിഷ്യ നിന്റെ വാസസ്ഥലത്തിനെ സമീപിക്കുകയുമില്ല. നിന്റെ സകല വഴികൾ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിന്നെ കിടർച്ച വഹിക്കാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിന്മേൽ നിന്നെ വഹിക്കും. സർപ്പത്തെയും മണലിയും നീ ചവിട്ടും, സിംഹത്തെയും പെരുമ്പാവനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും, ഞെരുക്കത്തിൽ ഞാൻ അവനോടുകൂടി ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും, എന്റെ സഹായക്കാരൻ എവിടുന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങിയില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു, കർത്താവ് നിന്റെ വലത്തി കൊണ്ട് നിനക്ക് പകലാദ്യത്തിനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളും നിന്നെ കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെ എന്റെ ആഗമനത്തെ ഇത് മുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ മോഹനത്തിന് മറവിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന് കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കരുണീയണമേ. രാജാവാ ഞങ്ങളുടെ രക്ഷകനായ മെസ്സിയാ, നിരപ്പ് നിറഞ്ഞ സന്ധിയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരയണമേ. നിങ്ങളെ നോക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും പരിഹരിച്ച് രണ്ട് ലോകങ്ങളും ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ ശ്രീപാ ദുഷ്ടവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിലൊക്കെ നിന്റെ വലത്തയിടയിൽ ആവസിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ വാഴുമാറാകണമേ. ഉപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണരക്ഷയുണ്ടാകണമേ. പ്രസവിച്ച മറിയാമ്മയുടെ നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണീയണമേ. ആമീൻ. വാഴ്ത്തപ്പെട്ടതാകുന്നു കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളോട് കരുണീയണമേ. വിശുദ്ധീമോത്തുള്ള നിർത്തമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധീമോത്തുള്ള നിർത്തമേ വേണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധീമോത്തുള്ളവനുമാവുന്നു. നീ നീക്കും വിശുദ്ധീമോത്തുള്ളവനാവുന്നു. നീ നീക്കും വിശുദ്ധീമോത്തുള്ളവനാവും. നീക്കും വാഴ്ത്തപ്പെട്ടതുമാവുന്നു. നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നിങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുടെയും ക്ഷമിച്ചതുപോലെ കടലും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന് ആ രാജ്യശക്തി നീക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടു. ശുദ്ധമുള്ള നേർത്തറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയം ദൈവതമ്പുരാന്റെ അപേക്ഷയുള്ളമേ. ആമേൻ. മരണാനന്തര ശുശ്രൂഷയുടെ ഒന്നാമത്തെ ക്രമം ഈ അവസരത്തിൽ നടത്തും. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും നീക്കം ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. ലോകത്തിൽ യാത്രയായി നിന്റെ അടുക്കൽ വന്നു ചേർന്നിരിക്കുന്ന ഈ സഹോദരിയുടെ ആത്മാവിന് ഭാഗ്യകരമായ മണോറയും ആനന്ദകരമായ വിരുന്നും സന്തോഷപ്രദമായ വാസ്ഥാനവും നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും നീതിയോടെ ഭൂലോകത്തെ ന്യായം വിധിക്കുകയും ഓരോരുത്തർക്കും അവനവൻ്റെ അർഹതയനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന സമയത്ത് നിന്റെ വലതുഭാഗത്തെ കുഞ്ഞാളുകളോട് ചേരുവാനും അവരോടൊന്നിച്ച് നിനക്ക് സ്തുതി പാടുവാനും അവൾക്കും യോഗ്യത നൽകണമേ. മക്കൾക്കുദ്ധാനം വാഗ്ദത്തം ചെയ്തോന്മസിഹാ നിൻ ശരണത്തിൽ നിദ്രിതയാം ദാസിക്കേ ഗണമോ
നിൻ കരുണാസങ്കേതത്തിൽ നിദ്രാവശയാം സോദരിയെ നിൻ മഹിമോദയ ദിവസത്തിൽ നിൻ കാരുണ്യം കാട്ടേണം. പാറയ്ക്കുമോ ഓലം വാദാവൽ ഓലം വൽമീനാമി സ്തുതി തൃത്വത്തിൻ മർമ്മമതാം താതന്നും തനയന്നും ഹല്ലേലൂയ നിർമ്മലനാം റൂഹായ്ക്കും പാടും ഞങ്ങൾ. കൺമിഴികൾ നിങ്ങൾ ഉയർത്തുന്നേൻ സ്വർഗാലയനെ ഹാലേലൂയ. സ്വാമി സമക്ഷം ദാസൻ ഞങ്ങളിലുളവാവോളം തിരുസന്നിധിയിൽ ഹല്ലേലൂയ. കൃപ ചെയ്യുക നാഥ, കൃപ ചെയ്യുക. പാറയ്ക്കുമോ മനവോലം വാദാമൽ ഓലം വൽമീനാമി ദൈവം പോകി. ഹൃദയവനെ നിഹനിച്ചില്ല, അവനെ ഉൾക്കൊണ്ട പരേത ജീവൻ പൂണ്ടാനം സൗമൻ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുവാത്ത നല്ല ഉന്നതിയും നിത്യയോടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. ബാറഖുമോർ തൻ്റെ പ്രത്യക്ഷതയെങ്കിൽ തൻ്റെ ആത്മാവിനെ അയക്കുകയും തൻ്റെ വരവെങ്കിൽ ഭൂമുഖത്തെ നവീകരിക്കുകയും തൻ്റെ ശബ്ദത്താൽ മൃതരെ ജീവിപ്പിക്കുകയും തൻ്റെ കൽപ്പനയാൽ കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുകയും തിരുഷ്ടപ്രകാരം വരെ മരണമില്ലായ്മ അണിയിക്കുകയും തൻ്റെ ഉന്നത രാജ്യത്തിലേക്ക് തൻ്റെ ഭക്തരെ ഉയർത്തുകയും യോഗ്യതയേറിയ തൻ്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രഭാവരിൽ ഉദിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മേനീയ പുനരുദ്ധാന കർത്താവിനെ സ്തുതി. തനിക്ക് തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കുലഹുഞ്ഞവുമോ സുധായ ജീവനുള്ളവരുടെ തലവനും മരിച്ചുപോയവരുടെ നാഥനുമായ മശിഹാ തമ്പുരാനെ, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും, എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവിനും ഞാൻ പുനരുദ്ധാനവും ജീവനും രക്ഷകനുമാകുന്നുവെന്ന് നിർവ്യാജമായി നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്റെ പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ച് ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിനെ ഇപ്പോൾ കൃപയോടെ സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളിൽ നിന്നും ഈ നിന്റെ ദാസിയെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ സമാധാന ദൂതന്മാർ മൂലം നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ വാസസ്ഥലങ്ങളിലേക്ക് ഈ നിന്റെ ദാസിയെ നീ നയിച്ചു കൊള്ളണമേ. വിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിയോട് കരുണ ചെയ്യണമേ. കാരുണ്യവാനാദയം തമ്പുരാനെ, നിന്നിൽ വിശ്വസിച്ചവളായ ഈ നിന്റെ ദാസിയെ രക്ഷിച്ചു കൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഇവളെയും നിന്നെ സമ്മതിച്ച് പറയുകയും നിന്റെ സ്ലീബായെ വന്ദിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനമായ നിന്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരുത്തനെ നീ ഉപേക്ഷിക്കരുത്. ദയാലുവായ ദൈവം തമ്പുരാനെ, മാമോദീസ മൂലം നീ നൽകിയതായ പ്രകാശവസ്ത്രവും മൂറോനാകുന്ന മുദ്രയും ഇവളിൽ നിന്ന് ഉരിഞ്ഞു കളയരുത്. നിന്റെ രാജ്യത്തിനുള്ള വാസത്തിൽ നിന്ന് ദൂരെ അകറ്റിക്കളയുന്ന കഠിന ശബ്ദം ഇവൾ കേൾക്കുവാൻ ഇടയാകരുത്. രണ്ടാം മരണം അനുഭവിപ്പാനും പോവുക, ഞാൻ നിന്നെ അറിയില്ല എന്ന് പറയുന്ന ശബ്ദം കേൾപ്പാനും ഇവൾക്ക് സംഗതിയാക്കരുത്. ഈ മരണം വിശ്വാസികൾക്ക് ഒരു ഉറക്കം മാത്രമാണല്ലോ. കർത്താവെ, അറിവോടുകൂടിയോ അറിവൂടാതെയുള്ള ഇവളുടെ ഈ ദാസിയുടെ തെറ്റുകളെ ഇപ്പോൾ പരിഹരിക്കണമേ. നിന്റെ രക്ഷയുടെ തുറമുഖത്ത് ബുദ്ധിമതികളായ കന്യകുമാരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഇവളെയും ക്രമീകരിക്കണമേ.
ഈ ദാസിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളുടെ പരിപാകതയുള്ള നടപടികൾക്കും വിശുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ശക്തി നൽകി സഹായിക്കണമേ. ദോഷരഹിതമായ നിര്യാണത്തിനും നല്ല അവസാനത്തിനും ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. അന്തരീക്ഷത്തിലെ ഉപദ്രവകരങ്ങളായ എതിർപ്പുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കൃപയാകുന്ന ചിറകുകളുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഇല്ലാത്തതായ നിന്റെ സന്തോഷ ഭവനങ്ങളിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. ഈ ലോകം അവസാനിക്കുകയും നിത്യാലോകം ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തേതും ആദ്യത്തേതുമായ ആ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവയോഗ്യമാക്കി തീർക്കണമേ. നിന്റെ തിരുമുഖത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്ത് ഞങ്ങളെ പന്തിക്കിരുത്തണമേ. നിന്റെ പുഷ്ടിയേറിയ മേച്ചിൽ സ്ഥലങ്ങൾ ഞങ്ങളെ മേയിച്ചുകൊള്ളണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിൽ അണിനിരന്നു നിൽക്കുന്നവരായ സർവരക്ഷിതരായ സംഘത്തോടുകൂടെ നിന്റെയും കാരുണ്യവാനാ നിന്റെ പിതാവിൻ്റെയും വിശ്വാസികളെ ജീവിപ്പിക്കുന്നവനാ നിന്റെ വിശുദ്ധ റുവായുടെയും കൃപയാലും മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിലെ പുഷ്ടി കൊണ്ട് ഞങ്ങളെല്ലാവരെയും പോഷിപ്പിക്കണമേ. ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്കും നാമങ്ങളെക്കൊള്ളുമാറാകട്ടെ. രാത്രിയിൽ ഉളവായിടുമാ മകനീയ ധ്വനി കേട്ടിടുവാൻ നോക്കി പാർക്കുന്നേൻ സംഭ്രമകരമാം വേളയതിൽ യേശു മഹാരാജാവിൻ്റെ വിജയക്കൊടിയുദയം ചെയ്യും. ആ നിമിഷത്തിൽ ക്രോമേന്മാ മീകായിൽ തൊട്ടീറേന്മാ എന്നീ വത്സല സംഘത്തിൽ തേരിന്മേലവനേറി വരും. അന്നേരത്തെരുതി പുഴയിൽ ഭീകര സിംഹാസനമുയരും. നിത്യൻ ബലവാൻ തൻ തനയൻ ബലവാനുഗ്രൻ ഭീതികരൻ വാനും പാരും നിറയുന്നോ കർമ്മങ്ങൾക്കനുസൃതമാക്കും. പ്രതിദാനം നൽകിയിടുന്നോൻ ലോകാധീശൻ വിധിനാഥൻ തൽപീഠത്തിലിരുന്നിടും. രക്ഷകനെ ആ തരുണത്തിൽ ചെയ്യണമെന്നോട് കാരുണ്യം ജീവമയ ദേവാദീശ. എപ്പോൾ ഞാൻ അവിടെ തീടും കാണിൻ നിൻമുഖമെപ്പോൾ ഞാൻ എന്നു വിചാരിച്ചെന്നാത്മം നിന്നെ പ്രതിദാഹിക്കുന്നു. മുറിയോറാഹിനുവാദാരേ ബാറിക്കുമോർ ഉന്നതങ്ങളിൽ സ്വർഗീയർക്കും താഴെ ഭൗമികർക്കും കബറുകളിൽ മുതൽമാർക്കും നിന്റെ സുഗന്ധവാസന അനുഭവമാക്കി തീർത്ത സുഗന്ധധൂപവും പരിമളവാസനയുമായിരിക്കുന്ന കർത്താവേ, അവിടുത്തെ കൽപ്പനയാൽ യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയദാസിയുടെ ആത്മാവിനും നിന്നിൽ വിശ്വസിച്ചവരും നിന്റെ സ്വർണത്തിൽ നിന്ന് പ്രാപിച്ചവരുമായ സ്ഥലം വാങ്ങിപ്പോർക്കും ഇപ്പോൾ ആശ്വാസ അനുഭവവും പാപരിഹാരത്തിൻ്റെ സന്തോഷവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്ക് നിന്റെ ദൈവത്തെ വെളിപ്പെടുകയും ചെയ്യുന്ന ആ ദിവസത്തിൽ നിന്റെ വലതുഭാഗത്ത് കുഞ്ഞാടുകളോടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഇവിടെ അർഹയാക്കുകയും ചെയ്യണമേ. ബാറയ്ക്കുമോർ മോറാൻ വാലോഹാൻ ലവൽമേ ഇൻപടുർധതയിൽ ഖാനാനിൽ മൃതയാം സാറായേ ഇസഹാക്കോട് ചേർന്ന പ്രാഹാം ചെയ്ത സംസ്കാരം നിൻ ശരണത്തിൽ മരണമടഞ്ഞോളെ ആത്മോക്തികളാൽ സംസ്കാരം ചെയ്യൂ. നാദാസ്തുതിയം ദേവമിവൾ ന്യായ തീർപ്പിന്നാൾ നിൻവലമായി നിന്നുച്ചത്തിൽ ഘോഷിച്ചിടേണം. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ബാറയ്ക്കുമോ സ്മോലാമോലമുറോൽ റൂഹോ കാദീശോ ഹല്ലേലൂയ. സത്വരമൃതിയിൽ ഹാവാതൻ മകളെ കേഴല്ലേ
മന്നനുമേഴയും ഈ കാസപാനം ചെയ്യണം. മോറാൻ തന്റെ മാറിന്നുണ്ടായ ജീവനജലവും പാവന നീണവും നിൻ അംഗങ്ങളിൽ നിന്നെരുതീൻ ജ്വാല അകളെ നീക്കും. പാതകമുക്തിയ നീ നേടി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ എന്നാഘോഷിക്കും. ധന്യൻ സഹജേ മൃതിയാൽ നിന്നെ നീക്കി കന്യകളൊപ്പം മണവറയിൽ പാർപ്പിച്ചോ. നമ്മെ വിളിക്കും നഴലാൽ ഹാവമകൾ തൻ മരണത്തിനെ വ്യഥ നമ്മൾ ഉയരുന്നു. തൽപാപം മോചിച്ചിടണമേ സത്തമരും ധാർമ്മികരും സഹിതം മോദമെഴും മണവറയിൽ ചേർക്കണമേ നീവളേ. വത്സല സഹജേ മരണത്താൽ ഞങ്ങളിൽ നീ നാൾ നീവേ പെട്ടതിനാൽ കരയരുതേ. നീ മഹിമ ഓടുത്താനത്തിൻ ദിവസത്തിൽ കബറി നെഴുന്നേൽക്കും. ശാശ്വതമാം ലോകത്തിൽ പുരുതേജ ആനന്ദിപ്പാൻ ഭാഗ്യത്തിൻ മണിയറയിൽ സംരക്ഷകനെ ദാസിയ നീയേറ്റണമേ. ധാർമ്മികരും നിർമ്മല മാനസരും ചേർന്നിവള മോദിപ്പാൻ നാദ നിൻ ശ്ലീബ ആപത്തിൽ പാലമതായി തീരണമേ. മൊറിയോറാകെ ദൈവാത്മജനെ ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസിക്കേകുക ധാർമ്മിക ശുദ്ധന്മാരോടൊപ്പം. നിൻ കൈപ്പണി മണ്ണിന്മേലൻപുണ്ടാകേണം. ഓത്താനത്തിൽ ഹതരൂപത്തിൽ പുതുതാക്കേണം. നിൻ രാജ്യത്തിൽ പുതുതായി വളവകാശം നേടി ആത്മീയന്മാരൊപ്പം നിന്നെ വാഴ്ത്തിയിടട്ടെ. പാതാളത്തിൽ മരണം കൂട്ടിയൊരസ്ഥിക്കുന്നിൻ ഏകുക ജീവൻ കൃപയാൽ നിന്നെ സ്തോത്രം ചെയ്യും. കമ്പികൾ പത്തും മൃത്യുതകർത്തിക മൗനം പൂണ്ടോ. നീ വീണയിലെന്നാഥ കാട്ടുക സഹതാപം നീ. കല്ലറയുന്നു മൃതരെ ഏറ്റിട്ടുത്ഥാനത്തിൽ തേജോമയമാം വസ്ത്രം നൽകുന്നോനേ സ്തോത്രം. വന്ധ്യപിതാവിന്റെ പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. സർവശക്തിപിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ലോകമ്പേ പിതാവിനും പ്രകാശത്തിനുള്ള പ്രകാശം സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സകലവും താൻ മാത്രം ആരംഭിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവനസായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ അറിയാമെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസം ഞങ്ങൾക്ക് വേണ്ടി കുരിശിതറയ്ക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് 3 ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ
ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ ഭാവത്തോടെ വരുവാൻ വയ്ക്കണം. തന്റെ അവസാനമില്ലാത്ത യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിറപ്പെട്ട് പിതാവിന്റെ പുത്രനോ നീക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവേന്മാരും സ്നേഹന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയിലേറുകയിലും കാതോലികവും ശ്ലൈകവുമായി ഏകവിസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉറപ്പിനും ഗുരുവാനിക്ക് ലോകത്തിലെ പുതിയനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുമോ സമൻകാല സ്ത്രീയലായ നാൾ സ്തുതിയുടെ രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യ നിൻവലമായി രാജഭാമിനിയും ജന്മോകിപ്പാൻ ഹാലി ഹാലി നിൻ ജനമോർക്കായിക പ്രതിഗ്രഹവും പാറയ്ക്കുമോ ലോലം വാദാമില്ലോലം ഒൽമീനമേ മിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൽ തൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ കാലസ്കുറിയേലായിസോറിയാമിൻ സ്മരണം വരദായകമാകാതൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കൊണ്ട് പാറയ്ക്കുമോ ദൈവ പ്രസവിത്രീ കന്യക മറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹിന്മേലൈനുവാദാരേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാനേകാത്മജനോട തീക്കാൻ പോലെ തളർത്തിടുമേ ഹാലേലുയ്യ വളരുമവൻ ലബനോൻ കാരകിൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലുയ്യ വർദ്ധിക്കുമാർക്ക് ദുഷ്ടേ പുഷ്ടികളും പാറയ്ക്കുമോ ലോലം വാദാമില്ലോലം ഒൽമീനമേ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മേ ബഹുമാനീശോർ സ്തൗമൻ കാലസ്കുറിയേലായിസോ ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദീനെ വാർക്കുമോ മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വളച്ചിറകുകൾ പോണ്ടുന്നത പദമേറി മുറിയോറാഹിന്മേലൈനുവാദാരേ ശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹാലേലുയ്യ പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ശരണാതാലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസയനിൻ ജീവസ്വരമതുണർത്തണമേ ഗബറിനുദ്യാനത്തിനായി ഉയരേകുന്നോൻ രാജാ ജീവൻ മൃതരാമേവർക്കും നൽകും കബറുകളുള്ളിൽ നീങ്ങവരവരോടെ എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ തമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിട എന്നും അവൻ ജീവിപ്പാനങ്ങത്തെട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്നും അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ നിന്റെ അനുവർത്തന ദുഷിപ്പിനെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാണ് സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും
പ്രത്യേകിച്ച് നമ്മൾ യാത്രയായിരിക്കുന്ന കർത്തൃദാസിയുടെ ആത്മാവിനോടും മരണാനന്തര ശുശ്രൂഷയുടെ തുടർന്നുള്ള എല്ലാ അനുഗ്രഹീത നടത്തിപ്പിനോടും വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നമ്മുടെ എല്ലാ വാങ്ങിപ്പോവരുടെ ആത്മാക്കളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അഭിവന്യ തിരുമേനിയുടെ അനുവാദത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഭവനത്തിൽ വെച്ചുള്ളതായ സന്ധ്യാ നമസ്കാരവും തുടർന്നുള്ളതായ ശവസംസ്കാര ശുശ്രൂഷയുടെ ക്രമീകരണം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. തുടർന്ന് പ്രിയപ്പെട്ട KG ഫിലിപ്പോസ് കൊച്ചമ്മയുടെ സഹധർമ്മിണിയായി ആയുസിൻ്റെ ജീവിതാന്ത്യം വരെ ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട അമ്മണി ഫിലിപ്പോസ് കൊച്ചമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്തൃദാസിയെ അനുസ്മരിക്കുവാൻ തക്കവണ്ണം ഈ സമയം വേർതിരിച്ചിരിക്കുകയാണ്. ലഭ്യമായിരിക്കുന്ന ഭവനത്തിനുള്ളിലും പന്തലിലും ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ശാന്തമായി ഇരിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സമയത്ത് സന്ധ്യാ നമസ്കാരത്തിനും ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകി അനുഗ്രഹിച്ച അഭിവന്യ തിരുമേനിയോടുള്ള ഭക്തിയാദരവ് തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ക്രമീകരണം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് ശ്രീ KV യോഹന്നാൻ അവറുകളെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കോളുത്ര പുത്തൻപുരയിൽ റവറൻ ഡോക്ടർ KG ഫിലിപ്പോസ് കോർപ്പിസ്കോപ്പയുടെ സഹധർമ്മിണി അമ്മണി കൊച്ചമ്മയുടെ നിര്യാണത്തിൽ കൊച്ചമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുവാനുമായിട്ടാണല്ലോ നാം ഏവരും ഈ സന്ദർഭത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഏവർക്കും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി, നമ്മുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപൻ, ഫാദർ PK കോശി ഭദ്രാസന സെക്രട്ടറി, റവറൻ ഫാദർ സാമുവൽ കുറ്റിക്കാട്ട് കോറപ്പിസ്കോപ്പ അച്ഛൻ, റവറൻ ഫാദർ എബി C ഫിലിപ്പ് വികാരി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് വെൺമണി, റവറൻ ഫാദർ നൈനാൻ V ജോർജ് അച്ഛൻ വൈദിക സംഘം ജനറൽ സെക്രട്ടറി, ശ്രീ VG ഷാജി പ്രാർത്ഥനാ യോഗം സെക്രട്ടറി, റവറൻ ഫാദർ ബിനു ജോയ് വൈദിക സംഘം സെക്രട്ടറി ഭദ്രാസന സെക്രട്ടറി, റവറൻ ഫാദർ വൈ തോമസ്, റവറൻ ഫാദർ സോനു സോളമൻ തുണ്ടത്തിൽ, റവറൻ ഫാദർ വിമൽ മാമൻ, റവറൻ ഫാദർ തോമസ് നൈനാൻ. ഈ ബഹുമാന്യ വൈദികരെ ഒരുമിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ അനുശോചന സമ്മേളനത്തിലേക്ക്. ഡീറ്റെയിലായിട്ട് പറഞ്ഞ സമയം നമുക്ക് ചിലവാക്കാനില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ്, അതുകൊണ്ട് ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയിൽപ്പെട്ട ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രാർത്ഥന സ്ത്രീ സമാജ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ പ്രാർത്ഥനകൾ നടത്തി. അവരെയും വന്നു ചേർന്നിട്ടുള്ള എല്ലാ ബന്ധുമിത്രാദികളെയും, വിശേഷിച്ച് കൊച്ചമ്മയുടെ സഹോദരങ്ങൾ വെൺമണിയിൽ തന്നെ ഒരു വലിയ സമൂഹമുണ്ട്, അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവരെയും ഞാൻ ഈ അനുശോചന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ഭാഗത്തു നിന്നും പ്രിയപ്പെട്ട ലീലാമ്മ, ഉമ്മൻ,
എന്നിവരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കസിൻസ്, ബ്രദേഴ്സ്, കുടുംബങ്ങളെല്ലാം കോളൂത്ര കുടുംബമാകമാനം ഇന്നത്തെ ഈ അനുശോചന യോഗത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ബന്ധുമിത്രാദികൾ, പരിസരവാസികൾ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ ഇന്നത്തെ അനുശോചന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കൊച്ചമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷ അമേരിക്കയിൽ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതിനോട് ചേർന്ന് ഇവിടെ നമുക്കും ഈ ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട വന്യരായിട്ടുള്ള എല്ലാ വൈദികരുടെയും കൂട്ടമായിട്ടുള്ള സാന്നിധ്യത്തിൽ അത് നടത്തുവാൻ തക്കവണ്ണം ഇവിടെ ഇടയായി എന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, സമയമില്ല എന്നെനിക്കറിയാം. ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ചെറിയ അഭിമന്യ തിരുമേനിയുടെ സമ്മതത്തോടുകൂടി 2 മിനിറ്റ് കൊച്ചമ്മയുടെ ജീവിതത്തിൽ ഒരു ട്രിബ്യൂട്ട് എന്ന നിലവാരത്തിൽ ഒരു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കായംകുളം പനക്കുന്നിൽ പരേതരായ മിസ്റ്റർ എം വർഗീസ്, ചിന്നമ്മ വർഗീസ് ദമ്പതികളുടെ 7 മക്കളിൽ ഒരുവളായിട്ടാണ് 1949 അമ്മിണി കൊച്ചമ്മ ജനിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിലെ ഗ്രാജുവേഷനായി അതിനുശേഷം 1974 അമേരിക്കയിലേക്ക് ഉദ്യോഗാർത്ഥം പോവുകയും 1976 വെൺമണി കോളൂത്ര പുത്തൻപുരയിൽ ദെൻ ഡീക്കൻ KG ഫിലിപ്പോസുമായിട്ടുള്ള വിവാഹബന്ധം നടക്കുകയും അങ്ങനെ KG ഫിലിപ്പോസിൻ്റെ സഹധർമ്മിണിയായിട്ട് കൊച്ചമ്മ ജീവിക്കുകയും അവരുടെ ദാമ്പത്യവല്ലരിയിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. ഷീബ, സിസിലിയ എന്നീ 2 കുഞ്ഞുങ്ങൾ. അവരിന്ന് വളർന്നു, വിദ്യാഭ്യാസം ചെയ്തു, ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അവരും അമേരിക്കയിൽ ഇന്ന് നല്ല നിലവാരത്തിൽ ജീവിക്കുന്നു. അവർ ഷീബ അനീഷ് തോമസിനെയും സെസിലിയ ലീജോ ജോർജിനെയും വിവാഹം ചെയ്തു. ടെക്സസിൽ കുടുംബജീവിതം നയിക്കുന്നു. ഇവർക്ക് ഒലീവിയ തോമസ്, ജെറേമിയ ജോർജ്, ദേവൻ തോമസ്, അരീന ജോർജ് എന്നീ 4 കുഞ്ഞുങ്ങൾ അവരോടൊപ്പമുണ്ട്. ഒപ്പം ഞാൻ കൊച്ചമ്മയുടെ സിബ്ലിങ്സിനെ കൂടെ ഒന്ന് പേര് വായിച്ചു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. മേരി വർഗീസ്, ദൈവന്തടത്തിൽ നമ്മുടെ പരേതനായ ജോയിച്ചൻ്റെ വൈഫ്. ലീലാമ്മ തങ്കച്ചൻ, മത്തായി വർഗീസ് കൊച്ചമ്മയുടെ ഏക സഹോദരനാണ്. അവർ 7 മക്കളിൽ ഒരു സഹോദരനെ ഉണ്ടായിരുന്നുള്ളൂ, മത്തായി വർഗീസ്. അദ്ദേഹം ബോസ്റ്റണിലാണ്. റേച്ചൽ മാത്യു ബോസ്റ്റൺ, സൂസമ്മ തോമസ് കേരള, സാറാമ വർഗീസ് ബോസ്റ്റൺ. ഇതിൽ റേച്ചൽ മാത്യുവും വെൺമണിയിലാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. പുത്തമ്പളയിലെ മാത്യു ആണ് വിവാഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 3 സിസ്റ്റേഴ്സ് വെൺമണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി കോളൂത്ര കുടുംബത്തിന് കൊച്ചമ്മയും അച്ഛനും. പ്രിയമുള്ളവരെ, കോളൂത്ര കുടുംബത്തിൻ്റെ നടുംതൂണാണ് അച്ഛൻ എന്ന് പറയുവാൻ എനിക്ക് നിസ്സംശയം കഴിയും. കോളൂത്ര കുടുംബയോഗത്തിൻ്റെ പാറ്റേണാണ്. അതുകൂടാതെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, കോളൂത്ര കുടുംബത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും സജീവ സാന്നിധ്യം, ഒപ്പം അവരുടെ ഉപദേശം, എല്ലാവിധമായിട്ടുള്ള ഒത്താശകൾ. ഇത് അച്ഛൻ ത്രൂ ആണ് വരുന്നതെങ്കിലും തീർച്ചയായും കൊച്ചമ്മയും കൂടെ ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ഒരുമിച്ചുള്ള ചിന്തകളുടെ പ്രതിഫലനമാണ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും കുടുംബയോഗത്തിനും വേണ്ടിയും അവർ ചെയ്യുന്ന സേവനങ്ങളെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. കൊച്ചമ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ കൈൻഡ് ഹേർട്ടഡ് ആയിട്ടുള്ള,
വളരെ ജനറസ് ആയിട്ടുള്ള പൊളൈറ്റായിട്ടുള്ള ഒരു ലേഡി രത്നമായിരുന്നു. ഇടപെടുന്ന ആരുമായിട്ടും വളരെ സ്നേഹത്തോടു കൂടി മാത്രം ഇടപെടുന്ന ഒരു പ്രത്യേക വ്യക്തിത്വം. ഇന്ന് കൊച്ചമ്മയുടെ ഈ ലോകത്തിൽ നിന്നുള്ള വേർപാട് നമ്മൾക്കറിയാം. അച്ഛനും മക്കൾക്കും ഒക്കെ തീരാ ദുഃഖമാണ് കൊടുത്തിട്ടുള്ളതെന്നറിയാം. അതുപോലെ തന്നെ അവരെ സ്നേഹിച്ചിരുന്ന അവരുടെ സഹോദരങ്ങൾക്കും അവരുടെ വീട്ടിലുള്ള മറ്റെല്ലാ മെമ്പേഴ്സിനും അത്യധികമായ ദുഃഖമാണുള്ളത്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനാണ് അവരോടൊപ്പം അവർക്ക് വേണ്ടി കൊച്ചമ്മയ്ക്ക് വേണ്ടിയും ഈ പറയുന്ന പ്രിയപ്പെട്ട അച്ഛനും മക്കൾക്കും ഒക്കെ വേണ്ടിയും പ്രാർത്ഥിപ്പാൻ കൂടിയാണ് നമ്മളിവിടെ കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ വാക്കുകളോ നമ്മുടെ പ്രാർത്ഥനകളോ ഒരു പരിധിവരെ മാത്രമേ അവരെ സഹായിക്കുകയുള്ളൂ എന്നറിയാം. സർവോപരി സർവശക്തനായ ദൈവം തമ്പുരാൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ ഇടയിലേക്ക് അയക്കുകയും അവർക്ക് വേണ്ടുന്ന ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ വേണ്ടുന്ന സമാധാനവും ആശ്വാസവും നൽകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ജീവിതത്തിൽ ഒരുപാട് കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ എല്ലാ ജീവിതത്തിലും എന്നപോലെ പരീക്ഷകളൊക്കെ ഒരുപാട് അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെയും കൊച്ചമ്മ അച്ഛനൊരു തുണയായി, താങ്ങായി, തണലായി, ഒരു ചാലകശക്തിയായി എന്നും കൂടെയുണ്ടായിരുന്നു എന്നുള്ള വസ്തുത നമുക്കേവർക്കും അറിയാവുന്നതാണ്. ആ കൊച്ചമ്മയുടെ വിയോഗം തീർച്ചയായും ആ കുടുംബത്തെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുള്ളത് മാതിരി എവരി സക്സസ്ഫുൾ മാൻ, ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൺ. അച്ഛനെ സംബന്ധിച്ച് കൊച്ചമ്മ ആ വിമണായിരുന്നു. ആ കൊച്ചമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൊച്ചമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനും കുഞ്ഞുങ്ങൾക്കും അവരുടെ ഗ്രാൻഡ് മക്കൾക്കുമൊക്കെ ദൈവം തമ്പുരാൻ ആശ്വാസം നൽകട്ടെ. ഇത് വീണ്ടും തുടർന്നുള്ള ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോരുവാൻ അവരെ സഹായിക്കട്ടെ. നമുക്കൊന്ന് മാത്രം ചെയ്യാം. ലെറ്റ് us pray for കൊച്ചമ്മ. Let us pray for അച്ഛൻ ആൻഡ് ഫാമിലി. May her soul rest in eternal peace. May her soul rest in eternal peace. That's it. ത്രിയേക ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ശമൂവേൽ കോർപ്പിസ്കോപ്പാച്ചൻ, വൈദിക സഹോദരങ്ങളെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, സ്വാഗത പ്രസംഗൻ സവിസ്തരം ഈ കൊച്ചമ്മയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പ്രസ്താവിച്ചു. മാത്രമല്ല ഇനിയും അവരെ അടുത്തറിയാവുന്ന അച്ഛന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുവാൻ ഞാൻ ഈ അവസരം എടുക്കുന്നില്ല. 70കളിൽ നേഴ്സിംഗ് പഠിച്ച് മലങ്കര സഭയുടെ പല ഭാഗങ്ങളിൽ നിന്നും അനേകം നേഴ്സുമാർ അമേരിക്കയിലേക്ക് കൂട്ടത്തിൽ പോയ ഒരാളാണ് ഈ അമ്മണി കൊച്ചമ്മ. അതിനു മുമ്പ് മലയായിരുന്നു. അവിടത്തെ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കണ്ടുപിടിച്ച ഒരു വലിയ വാതായനം, കേരളീയർക്ക് ഒരുപാട് ആളുകൾ അവിടോട്ട് പോകുവാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. അങ്ങനെ ഈ കൊച്ചമ്മയും നേഴ്സായിട്ട് അവിടെ ചെന്നു. അനേകം കൊച്ചമ്മമാർ അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ സഭയ്ക്ക് ഇന്നൊരു 2 ഭദ്രാസനമായിട്ട് വളരത്തക്ക വിധത്തിൽ അമേരിക്കൻ വൻകരയിൽ അതുപോലെ ആളുകൾ ഇപ്പോൾ 3ാമത്തെ ജനറേഷനാണ് അവിടെ നിൽക്കുന്നത്. ആദ്യകാലങ്ങളിൽ കുടിയേറിയിട്ടുള്ള പലരും വൈദികരെ ഒരുപാട് പേര് കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞു. ഇനി ഏതാനും ചില ആളുകൾ മാത്രമേ ഉള്ളൂ പഴയ തലമുറയിലുള്ളതല്ല. ഇനിയും 2ാമത്തേതോ 3ാമത്തെ തലമുറയിലുള്ള വൈദികരും കൊച്ചമ്മമാരുമൊക്കെയാണ് ഇന്ന് അമേരിക്കയിൽ അവശേഷിക്കുന്നത്. അങ്ങനെ ആദ്യകാലങ്ങളിൽ അതിൻ്റെ ഇല്ലായ്മയിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളവരാണ് ആദ്യം കുടിയേറിയവർ. എന്നാൽ പിൽക്കാലങ്ങളിൽ സാമ്പത്തികമായ ശേഷിയും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതം കുറച്ചുകൂടെ സുഗമമാകും. ആദ്യകാലങ്ങളിൽ പോയവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അവർ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരു പള്ളി ഉണ്ടാകണം, ആരാധന കേന്ദ്രങ്ങളുണ്ടാകണം. അതിന് സന്മനസ്സുള്ള നേഴ്സുമാരൊക്കെ അച്ഛന്മാരെ വിവാഹം ചെയ്ത് അവരെ
അവിടെ എത്തിച്ച് അങ്ങനെ സഭയുടെ ആരംഭം കുറിച്ചു. അങ്ങനെ ഭാഗ്യം ലഭിച്ച കുറേ വൈദികർ ആദ്യ തലമുറയിലുണ്ടായിരുന്നു എന്നുള്ളത് സഭയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കുടുംബങ്ങളുടെ വളർച്ചയ്ക്കുമൊക്കെ മുഖാന്തരമായി. KG ഫിലിപ്പോസ് അച്ഛൻ അവിടുത്തെ ഭദ്രാസന സെക്രട്ടറി വരെയൊക്കെ ആയി വിവിധ ഇടവുകളിൽ പ്രവർത്തിച്ചു. ഒരിക്കൽ ഒരു ഫാമിലി കോൺഫറൻസ് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഇവർ രണ്ടുപേരും കൂടെ വന്ന്, തിരുമേനി നമ്മളെല്ലാവരും വെൺമണിക്കാരാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. അല്ലാതെയും പല അവസരങ്ങളിൽ അച്ഛൻ വിളിച്ചിട്ടുണ്ട്. സഭയുടെ പൊതുവായ കാര്യങ്ങളിലൊക്കെ സാമ്പത്തികമായ ഉയർച്ചയുണ്ടായി കഴിയുമ്പോൾ പലരും ഇതിനോട് വിരക്തി കാണിക്കുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം വളരെ ഉത്സാഹമുള്ള ഒരു കുടുംബമാണ്. ഈ അടുത്ത സമയത്താണ് അച്ഛൻ കോർപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. അതൊക്കെ കാണുന്നതിന് കൊച്ചമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു. നമുക്കറിയാം, ഒരു വള്ളത്തിൽ 2 പേര് തുഴയുമ്പോൾ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, പണമുണ്ട്, മറ്റെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരാളുടെ അസാന്നിധ്യം ആ വള്ളത്തെ ഒരുപാട് പ്രയാസപ്പെടുത്തും. പ്രിയപ്പെട്ട ശവമേലച്ചൻ ഇവിടെ ഇരുന്ന് ഇപ്പോഴും ഓർക്കുകയായിരിക്കും, ലീലാമ്മ കൊച്ചമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നോർക്കുന്നത്. ജീവിത പങ്കാളിയുടെ വേർപാട് വളരെ ദുഃഖകരമാണ്. അത് വഴക്കുണ്ടാക്കി ജീവിച്ചവരാണെങ്കിലും സ്നേഹിച്ച് ജീവിച്ചവരാണെങ്കിലും രോഗത്തിൽ കഴിഞ്ഞവരാണെങ്കിലും അവരുടെ ഭൗതികമായ വേർപാട് മറ്റേ പങ്കാളിക്ക് വലിയ വേദനയും ഏകാന്തതയും ദുഃഖവുമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ ലോകത്തിൽ ഇതെല്ലാം നമ്മൾ സഹിച്ചേ മതിയാവും. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിൽ നടന്ന അതിദാരുണമായ അഗ്നിബാധയിൽ 50 പേര് നിമിഷങ്ങൾക്കുള്ളിൽ അഗ്നിയിൽ അകപ്പെട്ടും പുക ശ്വസിച്ചും ഈ ലോകം വിട്ട് കടന്നുപോയി. ഏതാനും വീടുകളിലൊക്കെ പോകുവാൻ ഇടയായി. അതൊക്കെ വളരെ മർമ്മഭേദകരമായ ദൃശ്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. പൊടുന്നനവേ അവർ കെട്ടിപ്പൊക്കിയ വലിയ സ്വപ്ന സൗധം നിലം പതിക്കുന്നത് കാണുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കുന്നവർ, വീട് പണി തുടങ്ങിയവർ, മറ്റ് പല സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരൊക്കെ ഈ വാർത്തയിൽ നിരാശരായി നിൽക്കുന്നതായി കാണുമ്പോൾ നമ്മളെല്ലാവരും ആശ്വസിപ്പിക്കും. പക്ഷേ മരണം നമ്മയെല്ലാം ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ജീവനുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറ്റപ്പെടും, പിന്നെ ബോഡിയാണ്. അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോൾ ഈ സ്നേഹം നിലനിർത്തുവാൻ, മനുഷ്യരോടുള്ള ബന്ധം നിലനിർത്തുവാൻ നമുക്കെപ്പോഴും ഒരു ഉത്സാഹമുണ്ടാകണം. നമ്മളിവിടെ സ്ഥിരമായി ജീവിക്കുന്നവരല്ല. നമുക്കറിയാം, ട്രാൻസ്പോർട്ട് ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറുമ്പോൾ ജനലിൽ കൂടെ തൂവാലയിട്ട് ആ സീറ്റ് നമ്മൾ ഉറപ്പിക്കും. പിന്നെ ഇടിച്ച് കയറി അവിടെ വന്ന് ആ സീറ്റിലിരിക്കും. അതൊക്കെ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നാലും നമ്മുടെ സമയം വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. വേറെ ആളുകൾ അവിടെ വന്നിരിക്കും. വണ്ടി പിന്നെയും ഓടിക്കൊണ്ടിരിക്കും. അതിലെ യാത്രക്കാർ ഓരോരുത്തരും അവരവരുടെ സമയമാകുമ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിൽ നമുക്കൊക്കെ അനുവദിച്ചിട്ടുള്ള സമയം, ആ സമയം ചിലപ്പോൾ രോഗമായിട്ടാകാം, അപകടമായിട്ടാകാം, വെള്ളപ്പൊക്കത്തിലൂടെയാകാം, പല വിധത്തിൽ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ്. അതെങ്ങനെയാണെന്ന് നമ്മളിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് സമാധാനത്തോടെ ഉത്സാഹത്തോടെ നമ്മൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ അതിനെക്കുറിച്ച് അല്പമെങ്കിലും സൂചന നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതം വളരെ ദുസ്സഹമാവും. എന്നാൽ ഈ ജീവനോടിരിക്കുന്ന കാലഘട്ടം മാത്രമല്ല, ഇതിനപ്പുറത്തുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു ലോകം കൂടെയുണ്ട്. ഈ ജീവനോടിരിക്കുന്ന കാലത്താണ് ആ ലോകത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കുന്നത്. വലിയ വെളിച്ചം ഉദിച്ചല്ലോ മൃതലോകത്തിൽ എന്ന് പറയുമ്പോൾ നല്ല പ്രകാശമുള്ളവർ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ വലിയ പ്രകാശമുണ്ടാകും. അതിനുള്ള സമയമാണ് 10, 50, 80, 90 വർഷക്കാലം ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് അവസരം തരുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്ന ആ ഓർമ്മകൾ, നമ്മൾ സൃഷ്ടിക്കുന്ന ബന്ധങ്ങൾ, നമ്മൾ ആർജിക്കുന്ന ദൈവാനുഗ്രഹം, അത് തുടർന്നുള്ള യാത്രയിലാണ്. ഇതുവരെയൊക്കെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഭർത്താവ് ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, കൊച്ചുമക്കളുണ്ടായിരുന്നു. പക്ഷേ ഇനിയത്തെ യാത്ര ഒറ്റയ്ക്ക് നടത്തേണ്ടതാണ്. നമ്മളെല്ലാവരും ഇതുപോലെ ഒറ്റയ്ക്ക് ഒരു യാത്രയുണ്ട്. ആ യാത്രയ്ക്കുള്ള വഴി ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ വെട്ടുകയാണ്. ആ വഴിയിലൂടെ ദൈവ കൃപയിൽ രമ്യമാലാഹമാരുടെ അകമ്പടിയോടുകൂടി നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമുക്കിനിയും ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരുവാനും ഈ ആത്മാവിന് യുക്തമായ സ്ഥാനത്ത്
വസിക്കുവാൻ തക്കവണ്ണം രമ്യമാലാഹമാരുടെ അകമ്പടി കൊടുക്കണമെന്ന് ഈ പ്രാർത്ഥനയിലെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മളെ എസ്കോർട്ട് ചെയ്യുന്ന ആളിൻ്റെ ബുദ്ധിയും കഴിവും അനുസരിച്ചാണ് നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. ആ ആൾ ബുദ്ധിയുള്ള ആളാണ്, കഴിവുള്ള ആളാണെങ്കിൽ നമ്മുടെ യാത്ര സുഗമമാകും. ഞാനെപ്പോഴും പറയുന്നത്, ഈ കൈമുത്താനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ചില പ്രായമുള്ള അമ്മച്ചിമാരെ താങ്ങി എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾ വരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നും. അമ്മച്ചി അങ്ങോട്ട് ചരിഞ്ഞാൽ കുഞ്ഞുങ്ങളും അങ്ങോട്ട് ചരിയും. അങ്ങനെ താങ്ങി എടുത്ത് കൈമുത്തി തിരികെ കൊണ്ടുപോകുന്നത് വളരെ ഹൃദ്യമായ ഒരു കാഴ്ചയാണ്. എന്നാൽ ചിലയിടത്ത് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ താഴോട്ട് ചെന്ന് കൈമുത്തും, അത്രയും ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളത്. അപ്പോൾ ആരാണ് നമുക്ക് അകമ്പടി സേവിക്കുവാൻ വരുന്നത്? രമ്യമാലാഹമാരുടെ അകമ്പടി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ലോകത്ത് മനുഷ്യപ്പറ്റോടുകൂടി ജീവിക്കണം, ഈ ലോകത്ത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം. അങ്ങനെയുള്ള വലിയ ധനമാണ്, അത് മാത്രമേ നമുക്ക് കൊണ്ടുപോകാനൊക്കെയുള്ളൂ. നമ്മൾ സമ്പാദിച്ചതെല്ലാം ഇവിടെ വിട്ട്, നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴുവോർക്കും വിട്ട് ഞാനിപ്പോൾ ദൈവം കാണിക്കുന്ന സ്ഥാനം നോക്കി പോവുകയാണ്. ഇവിടെ സമ്പാദിച്ചതും സംഭരിച്ചതുമായ എല്ലാം ഇവിടെ ഇട്ടേച്ച് പോകണം. പക്ഷേ നമ്മൾ ആർജിക്കുന്ന ദൈവകൃപ നമ്മെ അനുധാവനം ചെയ്യും. ഈ കൊച്ചമ്മയും അതുപോലെ സഭയുടെ കെട്ടുപണിക്ക് ഇവരൊക്കെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകും. പക്ഷേ ആരംഭകാലത്ത് മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് ഇതുപോലെയുള്ള അനേകം നേഴ്സുമാരുടെ സംഭാവന വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് ഭദ്രാസനമുണ്ട്, അരമനയുണ്ട്, തിരുമേനിമാരുണ്ട്, സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ അധ്വാനിച്ച ഈ കൊച്ചമ്മമാർ, അത് അവർ നിർബന്ധമായിട്ട് അച്ഛന്മാരെ ചമ്മാശന്മാരെ വിവാഹം കഴിച്ച് അവിടെ എത്തിച്ച് അവിടെ അന്നൊന്നും ഇത്രയും ഡെവലപ്പ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ സഭ കെട്ടിപ്പടുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഭവനം വളർന്നു, മറ്റ് പല സാഹചര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലും സഭ ഇവരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ കുടിയേറിയ ഈ കൊച്ചമ്മയും സഭയോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛനൊരു താങ്ങായി, അച്ഛൻ പോകുന്നിടത്തെല്ലാം കൊച്ചമ്മ അനുധാവനം ചെയ്തിരുന്നു. കോൺഫറൻസിന് വരുമ്പോഴും മറ്റ് മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോൾ ഒന്നിച്ച് വരുന്നത് ഓർക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. സംഭരിച്ച എല്ലാ അനുഗ്രഹങ്ങളും അനുധാവനം ചെയ്യട്ടെ. ഈ കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് കൂടിയിട്ടുണ്ട്. അവരെല്ലാവരുടെയും പ്രാർത്ഥന കൊച്ചമ്മയുടെ യാത്രയെ കൂടുതൽ പ്രകാശമയമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ പ്രദേശത്തിന് വേണ്ടിയുമൊക്കെയുള്ള എല്ലാ ആദരാജ്ഞലികളും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഒരു കുടുംബത്തിൽ ഒരു ഗൃഹനാഥനോ നായികയോ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വൈധവ്യത്തിലാകുന്നവരുടെ വേദനയും ഏകാന്തതയും ശൂന്യതയും വളരെ വലുതാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കില്ല. നമ്മൾ ആ സാഹചര്യത്തിൽ വീഴുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു. അങ്ങനെയുള്ളവരെയൊക്കെ കൈപിടിച്ച് താങ്ങുവാനും അവരുടെയൊക്കെ ഒരു ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. കൊച്ചമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നാളും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞതുപോലെ മരണം വിട്ട് ജീവനിലേക്കുള്ള യാത്ര അനുഗ്രഹപൂർണമായി തീർന്ന് അവിടെ മുഖപ്രസന്നതയോടെ കർത്താവിനെ എതിരേൽക്കുവാൻ ഈ കൊച്ചമ്മയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർഹരായ എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിലും പ്രാർത്ഥനയിലും ബലഹീനായ ഞാനും പങ്കുചേരുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അഭിവന്യ തിരുമനസ്സിനോടുള്ള നന്ദി തൃപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തുടർന്ന് വന്യനായ ശമുവേൽ കുറ്റിക്കാട്ട് കോർപ്പിസ്കോപ്പാച്ചൻ ചുരുങ്ങിയ വാക്കിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യോസ് തിരുമേനി, നമ്മുടെ ഭദ്രാസന സെക്രട്ടറി വന്ദനായ PK കോശിയച്ചൻ, അഖില മലങ്കര വൈദിക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി വന്ദനായ ഡോക്ടർ നയനാൻ വി ജോറച്ചൻ, ഈ ഇടവകയുടെ മുൻ വികാരിമാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കൊച്ചമ്മയുടെ വേർപാടിൽ ദുഃഖിക്കുന്നതായ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയും
ദേശത്തെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ, ഇടവകയിലെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളോടുള്ളതായ അനുഭവത്തിലൊക്കെ ഞാൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലികളെ ആദ്യമേ അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വാഗത പ്രസംഗൻ പ്രിയ സണ്ണി, പ്രിയ കൊച്ചമ്മയുടെയും അതുപോലെ ഫിലിപ്പോസ് അച്ഛൻ്റെ കോറപ്പിസ്കോപ്പായുടെയും ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനും ഈ സന്ദർഭത്തിൽ കൊച്ചമ്മയുടെ ഈ ഫോട്ടോ ശ്രദ്ധിച്ചപ്പോഴേ എൻ്റെയും ഹൃദയത്തിലൂടെ കനത്ത നൊമ്പരങ്ങളെ, വേദനകളെ കടന്നു പോകുന്ന തിരുമേനി അത് ഓർമ്മിപ്പിച്ചല്ലോ. അതൊരു യാഥാർത്ഥ്യമാണ്. എത്ര കാലം കഴിഞ്ഞിരുന്നാലും അത് ആ ഓർമ്മകളെ അനശ്വരമായിട്ട് തന്നെ നിലനിൽക്കും. ആ ഓർമ്മകൾ നമ്മളെ എപ്പോഴും നൊമ്പരപ്പെടുത്തിക്കൊണ്ട് വേദനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് ഫിലിപ്പോസ് കോറപ്പിസ്കോപ്പായിക്കും ആ അനുഭവം തന്നെയാണ് നാളെയും അല്ലെങ്കിൽ അതിന് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു കേവല യാഥാർത്ഥ്യമാണ്. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കോളുത്ര കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഉള്ളതായ ബന്ധം, അങ്ങനെ കോളുത്ര ഭവനവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തെ ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ തുരുത്തിമുക്കിനുള്ളതായ 2 കടകളെന്ന് പറയുന്നത്, ഒന്ന് കോളുത്തറ ജോർച്ചായൻ്റെ കടയും ഒന്ന് മണിയംകുളങ്ങര കടയുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ അവിടെ വന്ന് ജോർച്ചാൻ്റെ കടയിൽ നിന്ന് ഞങ്ങളൊക്കെ അന്ന് സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ബാല്യകാലം മുതലുള്ളതായ ഓർമ്മകൾ എൻ്റെ മനസ്സിലെ വരികയാണ്. എനിക്ക് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ളത്, ഒരു ദൈവാശ്രയമുള്ളതായ ഒരു കുടുംബമായിരുന്നു അതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അന്ന് കടയിൽ സാധനമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന സന്ധ്യാസമയമാണെങ്കിലും പ്രിയ കൊച്ചമ്മയായിരുന്നാലും ഫിലിപ്പോസ് അച്ഛനെന്ന് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ലീലാമ്മ ഓർക്കുന്നു. അവരെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കാതെ നിർവഹിക്കുന്നതായുള്ളൊരു ശീലം ഞാൻ ഇപ്പോൾ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. മറ്റപ്പുറത്ത് കച്ചവടമൊക്കെ നടക്കുമെങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും യാതൊരു വിഘ്നവും ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ ഒരു ആത്മീയമായ അടിത്തറയിലാണ് ഫിലിപ്പോസ് അച്ഛനും അതുപോലെ ലീലാമ്മയൊക്കെ വളർന്ന് വന്നത്. നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് മാങ്ങയൊക്കെ ഉള്ള സീസണാകുമ്പോൾ മാവിൽ നിന്ന് വീഴുന്ന പഴുത്ത മാങ്ങ ആ മാവിൽ നിന്ന് ഒത്തിരി അകലെയൊന്നും പോകുകയില്ല, അതിനൊക്കെ അടുത്തൊക്കെ കാണും. അതുപോലെയാണ് ഈ ഫിലിപ്പോസ് അച്ഛനും അതുപോലെ ഈ ലീലാമ്മയൊക്കെ അവരെ അങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള അനുഭവത്തിൽ വളർന്നു വന്ന വ്യക്തിത്വങ്ങളാണ്. പ്രിയ ലീലാമ്മയെ അടുത്ത സമയത്ത് എന്നോട് കൊച്ചമ്മയുടെ രോഗവിവരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുവാനിടയായത്. പ്രിയ ഫിലിപ്പോസ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അക്കാലത്തെ MSc കെമിസ്ട്രി പാസ്സായ ആളാണ്. ആ സമയത്ത് കോളേജിലോ എവിടെയെങ്കിലുമൊക്കെ ജോലിയൊക്കെ അദ്ദേഹത്തിന് തേടി അത്തരത്തിൽ ഈ നാട്ടിലൊരു രീതിയിലൊക്കെ ജീവിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം വൈദിക സെമിനാരിയിൽ ചേർന്നു. വളരെ ചിട്ടയോടും കൂടുതലൊന്നും ഞങ്ങൾക്കൊന്നും അതിന് ശേഷമൊന്നും അറിയാനായിട്ട്, കാരണം അച്ഛനെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ പോയി. പിന്നെ അത്രയൊന്നും വലിയ ആഴത്തിലായിരുന്നു. ആ കാലഘട്ടത്തിലാണേലും ഇപ്പോഴും അച്ഛനൊരു ഡിസിപ്ലിനുള്ളൊരു മനുഷ്യനായിരുന്നു. വളരെ ചിട്ടയായിട്ടും നിഷ്ഠയായിട്ടും ഒക്കെ ജീവിച്ചതായ ഒരു വ്യക്തിത്വമായിരുന്നു. പിന്നെ പ്രിയ കൊച്ചമ്മയെ വിവാഹം കഴിച്ചു, അമേരിക്കയിൽ പോയി. അവിടുത്തെ വലിയ വിശദീകരണങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാലും തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ അനുഗ്രഹകരമായിട്ട് ഭദ്രാസനത്തിന് വേണ്ടിയും അതുപോലെ മറ്റ് തലങ്ങളിലൊക്കെ അധ്വാനിച്ച് നല്ല നിലയിൽ എത്തപ്പെടുവാനും ഒക്കെ ദൈവം തമ്പുരാനെ സഹായിച്ചു. ആ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയൊക്കെ ഉള്ളതായ ആളുകളുടെ പ്രയാസങ്ങളിലെ ഭാരങ്ങളിലൊക്കെ അച്ഛനാൽ ആവുന്ന വിധം കൈത്താങ്ങലുകളൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയ കൊച്ചമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പ്രിയ സണ്ണി ഓർമ്മിപ്പിച്ചത്, അതിനപ്പുറത്തായിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇടപെടാനോ ഒന്നുമുള്ള സഹകരിക്കാനുള്ളതായ സാഹചര്യങ്ങളൊന്നും എനിക്കും ഉണ്ടായിട്ടില്ല. എന്നാലും പ്രിയ മേരുമാമയെ ഞാനത് യന്ത്രത്തിലെ മേരുമാമയെ ഓർക്കും. മേരുമാമയുടെ സഹോദരിയാണല്ലോ. ആ ഒരു വശ്യതയും സ്വഭാവ ശ്രേഷ്ഠതയൊക്കെ പ്രിയ കൊച്ചമ്മയ്ക്കുണ്ട്. വളരെ അപൂർവം ഇവിടെ വരുമ്പോൾ കാണുന്നതായിട്ടുള്ളതായ ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്തരത്തിലൊരു അളവ് പോലൊന്നും എൻ്റെ മനസ്സിലില്ല.
എങ്കിലും അച്ഛൻ്റെ കുടുംബജീവിതത്തിലും അതുപോലെ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ അനുഗ്രഹകരമായ പങ്കാളിത്തം വഹിച്ച് 75 സംവത്സരം ഈ ലോകത്ത് ജീവിപ്പാൻ ദൈവം തമ്പുരാൻ ഭാഗ്യം കൊടുത്തു. 70 പിന്നെ 80 സംവത്സരം, ഏതായാലും ദീർഘായുസിലൊക്കെ അങ്ങനെ ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടം നൽകിയല്ലോ. ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള അച്ഛൻ്റെ ജീവിതം ഞാൻ അനുഭവത്തിനെ പോലുള്ളതായ അനേക വൈധവ്യത്തിലിരിക്കുന്നതായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ കാണുകയും ഞങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ദുഃഖത്തിൻ്റെ തീവ്രതയൊക്കെ പങ്കുവെക്കാറുണ്ട്. വളരെ നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവരൊക്കെ ഈ കടമ്പ കടക്കാനായിട്ട് വളരെയേറെ തത്രപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നവരാണ്. ഇവിടെ കുടുംബജീവിതം നയിക്കുന്നതായിട്ടുള്ള ആളുകൾ എനിക്ക് പറയും നാടൻ ഭാഷ പറയാം, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല. നിസ്സാരമായിട്ട് ദാമ്പത്യം ആരും അങ്ങനെ വിചാരിക്കാനായിട്ട് പാടില്ല. നമുക്ക് വലിയ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന് പറയുന്ന ആ ബന്ധങ്ങളുടെ ആഴവും അനുഭവമാണ്. പ്രിയ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബന്ധം നഷ്ടപ്പെടുന്നു. ഏകാന്തത, നിസ്സഹായത, ഒത്തിരി കാര്യങ്ങൾ വേട്ടയാടുമ്പോൾ അവിടെയൊക്കെ വെറുതെ പോട്ടച്ചോ എന്ന് പറഞ്ഞാലൊന്നും അതിനൊന്നും ഒരു പോംവഴികളൊന്നും ഉള്ളത്. അത് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴേ അതിൻ്റെ പ്രയാസങ്ങളെ അറിയുള്ളൂ. എന്നാൽ ആ സാഹചര്യത്തിലും സകീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്, പിന്നെന്താ പറയുന്നത്, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അത് മാത്രമേ ശരണമുള്ളൂ. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. കരഞ്ഞുകൊണ്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അച്ഛനെ അനുഗ്രഹകരമായ അച്ഛൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രിയ കൊച്ചമ്മയുടെ വേർപാട് ദുഃഖിക്കുന്ന ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വന്യ ശമുവേൽ കുറ്റിക്കാട് കോർപ്പിസ്കോപ്പ അച്ഛനോടുള്ള നന്ദി അറിയിക്കട്ടെ. അഖില മലങ്കര വൈദിക സംഘം ജനറൽ സെക്രട്ടറിയും നമ്മുടെ ദൈവാലയത്തിൻ്റെ മുൻ വികാരിയുമായ വന്യനായ ഡോക്ടർ നൈനാൻ വി ജോർജ് അച്ഛൻ വൈദിക സംഘത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മുടെ ദൈവാലയത്തിലെ മുൻ വൈദിക വികാരിമാർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ അനുശോചനം അറിയിച്ച് സംസാരിക്കും. അഭിവന്യ തിരുമേനി, വന്ദനായ കുറ്റിക്കാട്ട് ശമുവേൽ കോർപ്പിസ്കോപ്പ അച്ഛൻ, വന്ദനായ വൈ തോമസ് അച്ഛൻ, ഇടവകയുടെ വികാരി എബി അച്ഛൻ, പ്രിയ സോനു അച്ഛൻ, നമ്മോടൊപ്പമായിരുന്ന പ്രിയ വിമലച്ഛൻ, പ്രിയ അജിയച്ഛൻ, ഇവിടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ചാർച്ചക്കാരും സ്നേഹിതരും ഇടവക ജനങ്ങളുമായിട്ടൊക്കെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഈ ശബ്ദവും ദൃശ്യവുമൊക്കെ അമേരിക്കയിലെ കേൾക്കുന്നുണ്ട്. അമേരിക്കയിലെ ഫ്യൂണറൽ ഹോമുകളിൽ ഞങ്ങൾ സംബന്ധിച്ചിട്ടുള്ളതുകൊണ്ടറിയാം. ഇത് ലൈവായിട്ട് ഇതേ സമയത്ത് തന്നെ ആളുകൾ മൃതശരീരം കണ്ടുപോകുമ്പോൾ എല്ലാവർക്കും കാണുവാൻ ദൃശ്യം ഒരുക്കുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന് എൻ്റെ അറിവ്. ആ നിലയിൽ അത് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പ അച്ഛൻ്റെ സഹധർമ്മിണി അമ്മിണി കൊച്ചമ്മയെ അനുസ്മരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. ഫിലിപ്പോസ് കോർപ്പിസ്കോപ്പ അച്ഛൻ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ചിരപ്രതീക്ഷ നേടിയിട്ടുള്ള ആളുകളാണ്. എൻ്റെയൊക്കെ കൊച്ചിൽ ഏകദേശം 5ാം ക്ലാസ് അല്ലെ 8ാം ക്ലാസ്സിനുമൊക്കെ ഇടയ്ക്കുള്ള സമയമാണ്. സുമുഖനായ ഒരു കൊച്ചു ചമ്മാശൻ ഈ കടവ് കയറി ആറ്റുവ പള്ളിയിലേക്ക് വരുമ്പോൾ കാണുന്നൊരു ഒരു ഐക്കണാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരുപക്ഷെ ഈ പദവിയിലേക്കൊക്കെ വരുമ്പോൾ ഇവരെ പോലുള്ള പ്രത്യേകിച്ച് കുറ്റിക്കാട്ടെ കൊച്ചച്ഛൻ ഇവരൊക്കെയാണ്. ഷാജനച്ഛൻ പക്ഷേ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇവരൊക്കെയാണ്, ഇവർ രണ്ടുപേരുമാണ് മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള അച്ഛന്മാർ. ഞങ്ങളെയൊക്കെ ഇതിലേക്ക് വളരെ മനോഹരമായി സ്വാധീനിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ ആ നിലയിൽ ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ട് നല്ലൊരു വ്യക്തിബന്ധം, ഒരു അരനൂറ്റാണ്ട് ദൈർഘ്യമുള്ളതാണ് ഞാൻ ആ നിലയിൽ കാണുന്നത്. കാരണം ഒരു 10 വയസ്സ് തൊട്ടുള്ള ഓർമ്മയുള്ളതുകൊണ്ട് ഒരു അരനൂറ്റാണ്ടിൻ്റെ പരിചയമുണ്ടെന്ന് പറയുമ്പോൾ അതിന് തെറ്റില്ല. അത് വളരെ ആഴമായ തലങ്ങളിലേക്ക് പല സന്ദർഭങ്ങളിലും ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിലിപ്പോസ് അച്ഛൻ നമുക്കൊക്കെ അറിവുള്ളതുപോലെ അദ്ദേഹം MSc കെമിസ്ട്രിയെ കഴിഞ്ഞേച്ച് അവിടെ ഒരു സയൻറ്റിസ്റ്റായിട്ടാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞനായിട്ടാണ്. ഒരു വലിയ അദ്ദേഹത്തിന് പേറ്റൻറ്റ് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം ശ്രേഷ്ഠനായിട്ടുള്ള, അതിന് അദ്ദേഹത്തിന് സംസ്ഥാന തലത്തിലൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡ് ദാനച്ചടങ്ങിൽ ഞാൻ
കോട്ടയത്ത് സംബന്ധിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെ സവിഷ്ടമായിട്ട് ശ്രേഷ്ഠമായിട്ട് നമ്മൾ വെൺമണി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ അന്ന് മന്ത്രിയായിരുന്ന അടൂർ പ്രകാശൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത് അനേക വൈദികരുടെയൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹം നടത്തിയത് ഓർമ്മയുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ കൊച്ചമ്മയുടെ ഒരു സ്വാധീനം, അത് പറയാനാണ് ഞാൻ വരിക. അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇപ്പോഴേ ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷ തിരുമേനിമാർ വരുന്ന പോലെ ഞങ്ങൾ വരുന്നത്. ഒരു 5 മിനിറ്റ് മുമ്പ് പള്ളിയിൽ ചെല്ലുന്നു, എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു, ശുശ്രൂഷകളൊക്കെ കഴിയുന്നു, പടം പടക്കി വീട്ടിൽ പോകുന്നു. അമേരിക്കയിൽ അങ്ങനെയല്ല. മരം കോച്ചുന്ന തണുപ്പത്ത് അദ്ദേഹം ശുശ്രൂഷ ആരംഭിക്കുന്നത് ബോസ്റ്റണിലാണ്. ആ പള്ളിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ താമസിച്ചിട്ടുണ്ട്. ഇന്ന് കോട്ടയത്തെ അക്ഷരനഗരി എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ അക്ഷരനഗരിയാണ് ന്യൂയോർക്കിന് സമീപമുള്ള ബോസ്റ്റൺ. അവിടെയാണ് ഹാവാർഡ് യൂണിവേഴ്സിറ്റി, MIT അവിടെയാണ്, ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന അവിടെയാണ് ജോൺ കെന്നഡിയുടെ പ്രത്യേകമായിട്ടുള്ള ഹ്യൂജായിട്ടുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി. അങ്ങനെ ഒരു അക്ഷരനഗരിയുടെ നഗരമാണ്. അവിടെയാണ് അദ്ദേഹം ശാസ്ത്രജ്ഞനായിട്ട് ഈ കൊച്ചമ്മയും അനുഗ്രഹത്തോടെ നല്ല ഒരു ദമ്പതികൾ, മാതൃകാ ദമ്പതികളായിട്ട് അവർ രണ്ടുപേരുടെ രാവിലെ പുലരുന്നതിന് മുമ്പ് 7:30 പള്ളിയിൽ ചെന്ന് ഹീറ്റിംഗ് സിസ്റ്റം ഓൺ ചെയ്തെങ്കിൽ മാത്രമേ 9 മണി കഴിയുമ്പോൾ സാധാരണ വിശ്വാസി വരുമ്പോഴത്തേക്ക് പള്ളിയിൽ നിൽക്കാനായിട്ട് തരപ്പെടുകയുള്ളൂ. കാരണം അതെല്ലാം ഒരുക്കി സജ്ജമാക്കി ക്രമപ്പെടുത്തി. ഏറ്റവും ആദ്യം പള്ളിയിൽ വരുന്നത് പുരോഹിതനും കുടുംബവുമാണ്. ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് ലോക്ക് ചെയ്ത് ഇറങ്ങുന്നത് പുരോഹിതനും കുടുംബവുമാണ്. അത് അമേരിക്കയിലെ ശുശ്രൂഷ. അപ്പോൾ ഇന്ന് തിരുമേനി അത് കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു. വളരെ ത്യാഗനിർഭരമായ, പ്രതിഫലേച്ഛ കൂടാതെ അനേക കാലം സഞ്ചരിച്ച്, അനേക മണിക്കൂറുകൾ സഞ്ചരിച്ച് യാത്ര ചെയ്യേണ്ട ഇടങ്ങളാണ്. അവിടെ ഒക്കെ കടന്നു ചെന്ന് പുതിയ പുതിയ ചെറിയ കോൺഗ്രിഗേഷൻ നമ്മുടെ വിശ്വാസ സമൂഹത്തെ കണ്ടെത്തി അവരെ ചേർത്ത് നിർത്തി ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലെ ഒരു പ്രേരക ശക്തിയുണ്ട്. ഒരുപക്ഷെ സുഗമമായി സന്തോഷമായിട്ടും സുഭക്ഷമായിട്ടും എല്ലാം മറന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ക്രമീകരണമാണ് അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ജീവിതത്തിലൂടെ അല്ലെങ്കിൽ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിലൂടെ ലഭിച്ചൊരു പ്രതിഫലം. എന്നാൽ ആ പ്രതിഫലം തനിക്ക് മാത്രമുള്ളതല്ലെന്നും അത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് പങ്കിടാനുള്ളതാണെന്നും ഒരു പ്രതിഫലേച്ഛയും കൂടാതെ ആരാധനകളിലും ശുശ്രൂഷകളിലും ക്രമീകരണങ്ങളിലുമൊക്കെ പ്രത്യേകിച്ച് ദീർഘകാലം 1/2 നൂറ്റാണ്ടോളം ഈ ബോസ്റ്റൺ പള്ളിയുടെ ചുമതലയും അനുബന്ധ കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം ആ സമയത്ത് തന്നെ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് ഡയസിസിൻ്റെ സെക്രട്ടറിയായി. 3 മണിക്കൂർ യാത്രയാണ്. 3 മണിക്കൂർ യാത്രയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് കൊച്ചി വരെ പോകുന്നത്. പക്ഷെ അമേരിക്കയിലെ ദൂരം, കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന ദൂരം 3 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാം. അവിടുത്തെ റോഡും ഒക്കെ സുഗമമാണ്. അത്രയും ദൂരത്തിൽ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ദൂരം യാത്ര ചെയ്താണ് അദ്ദേഹം ഭദ്രാസന സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ചത്. കാരണം ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലും അദ്ദേഹം താമസിക്കുന്നത് ബോസ്റ്റണിലുമാണ്. ആഴ്ചയിൽ 2-3 ദിവസം അദ്ദേഹം തന്നെത്താൻ ഡ്രൈവ് ചെയ്ത്, റിസ്ക്കാണത്, ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമായിരുന്നു. അപ്പോൾ അത്ര ത്യാഗനിർഭരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം നിർവഹിച്ചത്. ചില നിലപാടുകളിൽ ഉറച്ചു നിന്ന ആളാണ്. ആ നിലപാടുകളുടെ പേരിൽ അദ്ദേഹത്തിന് ഉന്നത സ്ഥാനീയരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോഴും വളരെ നോബിളായിട്ട് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം അവിടെ ഒരു ഫൈറ്റിങ്ങിനായിട്ടല്ല നിന്നത്. അദ്ദേഹം അവിടെ നിന്ന് ഒഴിയുക, സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട്, ആ സ്ഥലം ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറുവാൻ തക്കവണ്ണം ഇടയാകുക. അങ്ങനെ അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു. ഞാൻ വീണ്ടും വെൺമണിയിൽ നിന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ബോസ്റ്റണിലെ വെൺമണി പള്ളിയായിരുന്നു അദ്ദേഹം ശുശ്രൂഷ. സെൻറ്റ് മേരീസാണ്. അമ്മയുടെ നാമത്തിൽ 8 നോമ്പിൽ 8 ദിവസം അവിടെ വിശുദ്ധ കുർബാനയുണ്ട്. അമ്മയുടെ മധ്യസ്ഥയിലുള്ളൊരു ദേവാലയമായിരുന്നത്. അതിനെ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണമുള്ള അത്യുദ്ധാനം. അതിനുശേഷം അദ്ദേഹം മാറിപ്പോയതിന് ശേഷം അറ്റ്ലാന്റയ്ക്ക് സമീപമുള്ള ഒരു അഗസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്ത് അത് ശുശ്രൂഷിച്ചു. വിരമിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ മക്കളോട് ചേർന്ന്, പ്രത്യേകിച്ച് ഷീബമോളും അതുപോലെ സിസിമോളുടെയും ഒപ്പം ഒരു ഹ്യൂസ്റ്റൺ എന്ന് പറയുന്നത് ടെക്സസിലെ ഹ്യൂസ്റ്റൺ അല്ല, ഒരു ഡാളസിന് സമീപത്തായിട്ടാണ് അവരുടെ താമസമാക്കിയ. വളരെ അനുഗ്രഹമുണ്ട്. ഈ അവധിക്ക് ഞാൻ പരിമല പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഷിക്കാഗോയിൽ പോയപ്പോഴും അദ്ദേഹത്തെ സംസാരിച്ചു. അദ്ദേഹം ഈ നാട്ടിലേക്ക് കോർപ്പിസ്കോപ്പായിട്ട് കടന്നു വന്ന് മെയ് മാസം 2-ാമത്തെ ആഴ്ച 3-ാമത്തെ ആഴ്ച ഡേറ്റ് തന്നെ അദ്ദേഹം ഫിക്സ് ചെയ്ത് അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. ഇവിടെ വന്ന് കുർബാന ചൊല്ലി അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ്ണ ജൂബിലി 50 വർഷം പിന്നിടുക പൗരോഹിത്യത്തിൽ. അത് വലിയ ആഘോഷമല്ല, അത് ആളുകളോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നന്ദി കരയേറ്റാനായിട്ടുള്ളൊരു ശുശ്രൂഷ അദ്ദേഹത്തിന് കൊച്ചമ്മയോട് ചേർന്ന്, കുഞ്ഞുങ്ങളോട് ചേർന്ന്, കൂടപ്പുറപ്പുകളെല്ലാം ചേർത്ത്, ഈ ദേശമെല്ലാം കൂടെ ചേർത്ത് അനുഗ്രഹത്തോടൊരു ബലി അർപ്പിച്ച് ആഘോഷിക്കണമെന്ന് കരുതിയപ്പോഴാണ് രോഗം മൂർച്ഛിച്ച് കൊച്ചമ്മ ഹോസ്പിറ്റലിലും ICUവിലും ഒക്കെ എല്ലാ പരിചരണങ്ങളും ആവോളം കിട്ടേണ്ട എല്ലാ പരിചരണങ്ങളും നിർവഹിച്ചു. വളരെ സൗഖ്യത്തോടെ അമ്മാമ്മ മടങ്ങി, കൊച്ചമ്മ മടങ്ങി വീട്ടിലേക്ക് വന്നതാണ്. വാസ്തവത്തിൽ സൗഖ്യമായി മടങ്ങിയെത്തിയതാണ്. പൂർവ്വ ആരോഗ്യം വീണ്ടെടുത്തില്ലെങ്കിൽ പോലും രോഗത്തിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും പിന്നീട് അത് വീണ്ടും കുറച്ചുകൂടെ അഗ്രസീവായി
പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ദൈവസന്നിധിയിലേക്ക് മടക്കയാത്രയ്ക്കായിട്ട് പോവുകയുമാണ് ചെയ്തത്. തീർച്ചയായിട്ടും അച്ഛനും കൊച്ചമ്മയും ചേർന്നുള്ള ധന്യമായൊരു ജീവിതം, വളരെ ശ്രേഷ്ഠമായൊരു ജീവിതം. അമേരിക്കയിലെ ഫ്യൂണറൽ ഹോമിലൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, ഡെത്ത് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ജീവൻ്റെ ആഘോഷമാണ് മരണം, ജീവൻ്റെ ആഘോഷമാണ്. ഇവിടെ സണിജാൻ ഓർമ്മിപ്പിച്ചതുപോലെ 7 മക്കളിൽ ഒരുവളായിട്ട് മാതാപിതാക്കളുടെ കരം പിടിച്ച് അനുഗ്രഹത്തോടെ അന്ന് വടക്കേ ഇന്ത്യയിലൊക്കെ പോയി ഉന്നത വിദ്യാഭ്യാസം നേടുക. തീർച്ചയായിട്ടും അതൊക്കെ ചലഞ്ചിങ് ആണ്. ഇന്നെല്ലാ സൗകര്യങ്ങളും ആളും പേരും ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്ത സമയത്ത് പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുകയും അതിനുശേഷം ജീവിതമാർഗം തേടി ബോസ്റ്റണിലെ സഹോദരങ്ങളുടെ ഭവനങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അച്ഛനോടൊപ്പം പാർക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെയൊക്കെ അവർ കൂടപ്പുറപ്പുകളെല്ലാം സന്തോഷത്തോടെ, ഐക്യത്തോടെ, സന്തോഷത്തോടെ 2 മക്കൾക്കും നല്ല ദമ്പതികളെ കണ്ടെത്തി അവരെ നാട്ടിൽ കൊണ്ടുവന്ന് കൂട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ ചേർത്ത് അനുഗ്രഹത്തോടെ അവർക്ക് ക്രമീകരണങ്ങളെല്ലാം ചെയ്തതൊക്കെ ഞാൻ നന്ദി സന്തോഷത്തോടെ ഓർക്കുക. ആ നിലയിൽ നാടുമായിട്ടുള്ളൊരു ബന്ധം, കുടുംബമായിട്ടുള്ളൊരു ബന്ധം, കൂടപ്പുറപ്പുള്ള ഒരു ബന്ധം, അതിൻ്റെ ആഘോഷമാണ് നമ്മൾ പറയും. 75 വർഷത്തെ ആഘോഷമാണ്. അങ്ങനെ ജീവിത പങ്കാളിയോട് ചേർന്ന് ഏകദേശം 1/2 നൂറ്റാണ്ട് പിന്നിടുകയാണ് കൊച്ചമ്മ. ജീവിത പങ്കാളിയോട് 50 വർഷം ജീവിക്കുന്ന, അനുഗ്രഹത്തോടെ ജീവിച്ച ധന്യമായ ആ കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ആഘോഷിക്കുന്ന വേളയായത്. അതിനുശേഷം ഷീബമോളും സിസിയെ കിട്ടിയപ്പോൾ മക്കളെ വളർത്തുന്ന ഒരു സ്നേഹനിധിയായ അമ്മയെ നമ്മൾ ഈ കൊച്ചമ്മയിൽ ഓർക്കുക. അതിനുശേഷം കൊച്ചുമക്കളായിട്ട് കടന്നു വന്നപ്പോൾ ഒരു വല്യമ്മയുടെ റോളിലേക്ക് കടന്നു ചെന്നത് ഓർക്കുക. ദേവാലയത്തിലെ ഒരു ശുശ്രൂഷയുടെ സ്ഥാനം ഓർക്കുക. ആ നിലയിലൊക്കെ തൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവടിയായി നിർവഹിച്ച് തമ്പുരാൻ്റെ ഹിതം പൂർത്തീകരിച്ച് തമ്പുരാൻ കാൽവറിയിൽ അനുഗ്രഹത്തോടെ മുഴക്കിയൊരു ശബ്ദമുണ്ട്. സകലതും നിവൃത്തിയായി. ഈ മാതാവും ഈ കൊച്ചമ്മയും ഞാൻ ചിന്തിക്കുക, ആ ആശുപത്രിയുടെ ഇടനാഴിയിൽ ആ വാക്കുച്ചരിച്ചിട്ടുണ്ടാവും. സകലതും നിവൃത്തിയായി. മക്കളെയും ചെറുമക്കളെയും എല്ലാം കണ്ട് സന്തോഷത്തോടെ മടങ്ങുന്ന ഒരു അമ്മയാണ് നമ്മൾ യാത്രയാക്കുന്നത്. തീർച്ചയായിട്ടും വേദനാജനകമാണ്. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ തിരുമേനി ഓർമ്മിപ്പിച്ചു. തിരുമേനി അടുത്ത കാലത്ത് വൈദിക സംഘത്തിൻ്റെ ഒരു അനുഗ്രഹകരമായ ശുശ്രൂഷ തുടങ്ങി. പ്രത്യേകിച്ച് ഈ വൈധവ്യത്തിലുള്ള ആളുകൾ ഇതുപോലെ നിരാശപ്പെടാതിരിക്കാൻ തക്കവണ്ണം അവരുടെ കൂട്ടായ്മ ഒരുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അരമനയിൽ തുടങ്ങിയത് ഇപ്പോഴത് സഭ മുഴുവനായിട്ട് വ്യാപിപ്പിച്ചുകൊണ്ട് പരുമലയിൽ അതിൻ്റെ 2ാമത് സമ്മേളനങ്ങൾ ഈ അടുത്ത സമയത്താണ് നിർവഹിക്കപ്പെട്ടു. അച്ഛനുമൊക്കെ അന്ന് മീറ്റിങ്ങിലുണ്ട്. അവിടെ വന്ന് അവരൊക്കെ പങ്കിടുന്ന അനുഗ്രഹകരമായ ഓർമ്മകൾ, അവരുടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒക്കെ പങ്കിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും നിരാശപ്പെടാതെ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുമ്പോട്ട് പ്രയാണം ചെയ്യുവാൻ അവർക്ക് കൈത്താങ്ങായിട്ട് നിൽക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഫിലിപ്പോസ് അച്ഛന് കൂടുതൽ പ്രത്യാശയോടെ കുഞ്ഞുങ്ങളെയും ചെറുമക്കളെയൊക്കെ സന്തോഷത്തോടെ കാട്ടി അതിനപ്പുറമായിട്ട് സഭയുടെ കൊമ്പ് ചേരുവാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിലും ഇടയാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഫാമേഴ്സ് ബ്രാഞ്ച് എന്ന് പറയുന്നത് വലിയൊരു കത്തീഡ്രലിന് തുല്യമായിട്ടുള്ള വലിയ മനോഹരമായ പള്ളിയാണ്. ഡാളസിൽ അവിടെ ഞാൻ പല സന്ദർഭങ്ങളിൽ പ്രസംഗമായിട്ടും വിശുദ്ധ കുർബാനയൊക്കെ അനുഷ്ഠിക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ അങ്കണത്തിൽ വലിയ വിശാലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇന്നവിടെ നിർവഹിക്കപ്പെടുന്നത്. അവിടെയുള്ള പിതാക്കന്മാരും അച്ഛന്മാരും എല്ലാം ഒന്നിച്ചു ചേർന്ന് ശുശ്രൂഷ നിർവഹിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും അതിന് ബെഫിറ്റിംഗ് ആയിട്ടുള്ള ഉചിതമായിട്ടുള്ളൊരു ക്രമീകരണമാണ് പ്രിയാനിയും കുഞ്ഞ് എല്ലാവരെയും ചേർത്ത് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അത് ഷീ ഡിസേർവ് ഇറ്റ് ആഫ്റ്റർ ഓൾ. അത് അറിയിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് കുടുംബത്തെ സ്നേഹിച്ച, ദേശത്തെ സ്നേഹിച്ച ഈ ഒരാളിനെ യാത്രയാക്കുമ്പോൾ നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഈ കർത്തൃദാസി ഇമ്പങ്ങളുടെ പർദീസയിൽ ആനന്ദം കണ്ടെത്തുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും T.S. ഇലിയറ്റിൻ്റെ സുന്ദരമായ വരികളിൽ പറയുന്നുണ്ട്, ഫോർ എവരി ബിഗിനിങ് ദർ ഇസ് എൻ എൻഡ്. എല്ലാ തുടക്കത്തിനും ഒരു ഒടുക്കമുണ്ട്. അതെ, 75 വർഷം മുമ്പ് തുടങ്ങിയ തുടക്കം ഇന്നത് തീരുക. പക്ഷേ ഇവിടെ വെച്ച് തീരുകയല്ല. അഗെയിൻ ഇറ്റ്സ് എ ബിഗിനിങ്. അത് നിത്യതയിൽ തമ്പുരാനുള്ള ഉപവാസമാണ്. തമ്പുരാനുള്ള ഉപവാസത്തിൽ ഊർശ്ലേമ്യ ഭവനിൽ ആശ്വാസം കണ്ടെത്താൻ ഇടയാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവളെ അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഇമ്പങ്ങളുടെ പർദീസ് അവകാശമാക്കുക എന്ന ഇമ്പശബ്ദം മുഴങ്ങുമ്പോൾ തമ്പുരാൻ്റെ വലത്തുഭാഗത്ത് ഈ കാണുന്ന മുഖപ്രസന്നതയിൽ അപ്പുറം തേജസ്സോടെ അവിടെ കാണാൻ തമ്പുരാൻ ഈ കർമ്മദാസിക്ക് ഭാഗ്യം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വൈദിക കുടുംബത്തിൻ്റെ ഔപചാരികമായ സ്നേഹനിർഭരമായ യാത്രാമംഗളങ്ങൾ സ്വർഗീയ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഈ മാതാവിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുമനസ്സുകൊണ്ട് അരമനയിലേക്ക് മടങ്ങുകയാണ്. ഇത്രയും സമയം എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകി നമ്മളെ ആശ്വസിപ്പിച്ച് ഫിവനിഡോ മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മെത്രാപ്പൊലീത്ത തിരുമനസിൻ്റെ തൃപാദങ്ങളിൽ വെൺമണി സെൻറ്റ് മേരീസ് തീർത്ഥാടന ദൈവാലയത്തിൻ്റെ പേരിലും കൊള്ളുത്ര കുടുംബത്തിൻ്റെ പേരിലും ഉള്ളതായ നന്ദി തൃപാദങ്ങൾ സമയത്ത് സമർപ്പിക്കുന്നു. ഇടവകയുടെ അനുശോചനം ഒരു വാക്ക് അറിയിക്കുവാൻ ഈ സമയം വിനിയോഗിച്ചു കൊള്ളട്ടെ. വിവന്യ തിരുമേനി, വന്യ ശംഭുവൽ കുറ്റിക്കാട്ടിൽ കോർപ്പിസ്കോപ്പ അച്ഛൻ,
വന്യ വൈദിക ശ്രേഷ്ഠരെ, വെൺമണി സെൻറ്റ് മേരീസ് തീർത്ഥാടന ദൈവാലയത്തിലെ ഇടവപ്പെട്ടക്കാരിൽ ശ്രേഷ്ഠനായി അമേരിക്കയിൽ സേവനം അനുഷ്ഠിക്കുന്ന വന്യ KG ഫിലിപ്പോസ് കോർപ്പിസ്കോപ്പ അച്ഛൻ്റെ സഹധർമ്മിണി അമ്മണി ഫിലിപ്പോസ് കൊച്ചമ്മയുടെ വേർപാടിൽ വെൺമണി സെൻറ്റ് മേരീസ് തീർത്ഥാടന ദൈവാലയത്തിന് വേണ്ടിയുള്ള അനുശോചനവും ആദരാഞ്ജലികളും വന്യ അച്ഛനെയും കുടുംബത്തെയും അറിയിക്കുന്നു. നേരിൽ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല എങ്കിലും പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി ഫോണിൽ കൂടി സംസാരിച്ച് പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ രോഗവിവരങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു. ഈ ആകസ്മികമായ വേർപാടിൽ ദൈവം തമ്പുരാൻ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇടവകയുടെ എല്ലാ ആദരാഞ്ജലികളും ഇത്തരുണത്തിൽ അർപ്പിച്ച് വാക്കുകൾ നിർത്തുന്നു. തുടർന്ന് ചെങ്ങന്നൂർ ഭദ്രാസന പ്രാർത്ഥനാ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട BG ഷാജി അവറുകൾ അനുസ്മരിച്ച് സംസാരിക്കുന്നു. വന്യനായ MB അച്ഛൻ, വൈ തോമസ് അച്ഛൻ, നയനാൻ വി ജോർജ് അച്ഛൻ, സോനു അച്ഛൻ, ഏറ്റവും ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ഒരു അനുസ്മരണവുമായിട്ട് ബന്ധപ്പെടുത്തി വലിയൊരു പ്രഭാഷണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. നമ്മുടെ ഈ കൊച്ചമ്മയും അച്ഛനുമായിട്ടുള്ള സ്നേഹബന്ധം എല്ലാവർക്കും അറിയാം. വെൺമണി ആറ്റുപുറത്ത് കുടുംബവുമായിട്ടുള്ള ആത്മബന്ധങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. അച്ഛന് US-ൽ മടങ്ങി യാത്രയൊക്കെ ചെയ്യുമ്പോൾ UAE-ൽ എന്തെങ്കിലും ഒരു ഹാൾട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛന് അബുദാബിയിൽ വന്ന് ഞങ്ങളോട് 2-3 ഒക്കേഷൻസിൽ അച്ഛൻ സ്നേഹം പങ്കുവച്ചിട്ടുണ്ട്. വളരെ മണിക്കൂറുകൾ അച്ഛനുള്ള ഹാൾ ടൈമിൽ ഹോട്ടലിലൊന്നും പോകാതെ ഞങ്ങളുടെ അടുത്ത് വന്ന് അച്ഛനും കൊച്ചമ്മയും കുടുംബമായിട്ടൊക്കെ വന്ന സന്ദർഭങ്ങൾ ഓർക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് ഓർമ്മിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നയനാൻ വി ജോർജ് അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു, പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലിയും ദാമ്പത്യ ഉത്തമ സ്നേഹബന്ധത്തിൻ്റെ കുടുംബ ബന്ധത്തിൻ്റെയൊക്കെ സാക്ഷ്യങ്ങൾ അച്ഛൻ നമ്മളോട് നേരിട്ട് പറയുകയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രിയരെ, ആരും തനിക്കായി തന്നെ ജനിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നില്ല. ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം ക്രിസ്തുവിലാണെന്നുള്ളൊരു ബോധ്യമാണ് എല്ലാ മരണ ശുശ്രൂഷയും നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയ കൊച്ചമ്മയെയും പെങ്ങളുടെ പ്രതീക്ഷയിൽ പാർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിലെ വ്യതകളെയും കണ്ണിലെ കണ്ണുനീരുമൊക്കെ തമ്പുരാൻ മാറ്റിത്തരട്ടെ. ദൈവികമായ ഈ ശുശ്രൂഷ അമേരിക്കയിൽ നടക്കുമ്പോൾ നമ്മുടെ എല്ലാ സാന്നിധ്യവും പ്രാർത്ഥനയും ആ തരത്തിൽ ഈ ആത്മാവിന് വേണ്ടിയിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അവസരം തന്ന MB അച്ഛനോടും കോളുത്തറ കുടുംബ യോഗ അംഗങ്ങളോടുമുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഈ തരുണത്തിൽ അറിയിച്ചോട്ടെ. ഇനിയും ഒരു വാക്ക് നന്ദി അർപ്പിക്കുവാനുള്ള സന്ദർഭമാണ്. സന്ധ്യ 5 മണി സമയം മുതൽ ഭവനത്തിൽ ഇടവകയിലെ എല്ലാ ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരും കടന്നു വന്ന പ്രത്യേകിച്ച് മർത്തമറി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ഇതുവരെ നമ്മളോടൊപ്പമുണ്ട്. ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം ചെങ്ങന്നൂർ ഭദ്രാസന കൗൺസിൽ അംഗവും ഈ കുടുംബാംഗവുമായിരിക്കുന്നു ബഹുമാനപ്പെട്ട റജി ജോർജ് അവറുകളെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ഭദ്രാസനാധിപൻ തോമസ് മാർ തീമോത്തിയോസ് തിരുമേനി, വന്യ വൈദ്യശ്രേഷ്ഠരെ, ഇടവാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, തമ്പുരാൻ കൽപ്പിച്ചനുവദിച്ചായ 75 വർഷക്കാലം വളരെ ശ്രേഷ്ഠതയോടും ധന്യതയോടും കൂടി ഈ ലോകത്തിലായിരിക്കാനും അനേകായിരങ്ങൾക്ക് ആത്മീയമായും ലൗകികമായുമായ എല്ലാ കാര്യങ്ങൾക്കും കോളുത്തറ കുടുംബത്തിൻ്റെ രക്ഷാധികാരിയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ കൊച്ചമ്മയുമായിരുന്ന വന്യ ഡോക്ടർ KG ഫിലിപ്പോസ് കോർപ്പിസ്കോപ്പയുടെ കൊച്ചമ്മയായ ശ്രീമതി അമ്മണി ഫിലിപ്പോസിൻ്റെ നിര്യാണത്തിൽ കടന്നു വന്ന ഏവർക്കും യാത്രാമംഗളങ്ങൾ നേരുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. കൊച്ചമ്മയ്ക്കുള്ളതായ ഇപ്പോൾ ഈ സമയത്ത് അമേരിക്കയിലെ ലൈവായിട്ട് ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കോളുത്തറ കുടുംബത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ അനുഗ്രഹകരമായ
ഒരു സന്ധ്യാനമസ്കാരവും അതിനോടൊപ്പം ഒരു യാത്രാമംഗളം നേരുന്നതായ ഒരു പ്രാർത്ഥന വിളിച്ചു കൂട്ടുവാനായിട്ട് കഴിഞ്ഞതിൽ ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നതായ തിരുമേനി, അതുപോലെ തന്നെ ബെന്മണി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വികാരി BC ഫിലിപ്പച്ചൻ, ഇടവക പട്ടക്കാർ, ബെന്മണി പള്ളിയിലെ മുൻ വികാരിമാർ, അതുപോലെ തന്നെ വിശിഷ്ടാതിഥികൾ, ബന്ധുമിത്രാദികൾ, കോളുത്തറ കുടുംബാംഗങ്ങൾ, ഏവരോടും ഒറ്റവാക്കിലുള്ളതായ നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ യാത്രാമംഗളം നേരുവാനായി കടന്നു വന്ന ഏവരോടും കോളുത്തറ കുടുംബത്തിനുള്ളതായ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും ചെറിയ ഒരു ലഘുഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിലെ ഭാഗവാക്കായതിനു ശേഷം മാത്രമേ പോകാവൂ എന്ന് അറിയിക്കുന്നു. എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി അവിടുത്തെ സന്ധി വിശ്രമിക്കുവാനായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്ന പ്രിയ ദാസിയെ അവിടുന്ന് സ്വീകരിക്കണമേ. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഇവിടെ നടന്നതായ ശുശ്രൂഷകളെ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും വാഴ്ത്തണമേ. കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ശക്തിപ്പെടുത്തണമേ. അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും നിർവടിയായി പൂർത്തീകരിക്കപ്പെടുവാൻ തക്കണം പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോരെ വിശ്രമിപ്പിക്കണമേ. നിനക്ക് തൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രം ഇപ്പോൾ എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാമത്തിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും വിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥയും കാവലും കൂട്ടായ്മയും ദൈവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്ന പ്രിയദാസിയുടെ ആത്മാവിന്മേലും ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേലും നടക്കുന്ന ശുശ്രൂഷകളുടെ ക്രമീകരണങ്ങളുടെ മേലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴെല്ലായ്പ്പോഴും എന്നും വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് എഡിസൺ. ഞാൻ ഇന്നലെയാണ് US നിന്ന് വന്നത്. ഞാനും ഈ കുടുംബമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ 50 വർഷത്തിന് മേലുള്ള ഒരു ബന്ധമാണ്. കാരണം ഈ അമ്മിണിക്കോച്ചമ്മയുടെ മാതാവിൻ്റെ അനീതിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എൻ്റെ കുടുംബത്തിലാണ്. തോട്ടത്തിൽ ഫാമിലാണ്. ഏലിയാം സാർ, അദ്ദേഹത്തിൻ്റെ മകനും കൂടെ കടന്നു വന്നിട്ടുണ്ട്. കൂടാതെ ഈ അമ്മിണിക്കൊച്ചമ്മയുടെ അനിയത്തിയെ കല്യാണം കഴിച്ചേക്കുന്നത് എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ്, ജോൺസൺ. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറാമ വർഗീസ് എന്ന്. ആ ദാസിയാണ് എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചേക്കുന്നത്. ഞാൻ ഈ കുടുംബമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് കൂളോത്ര കൊണ്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25 വർഷമായി ഞാൻ സൗദി അറേബ്യയിൽ ആത്മീയബന്ധത്തിൽ വളരെ അടുത്തിരുന്നാണ്. പ്രത്യേകിച്ച് KP യോസ്റ്റാനുമായിട്ടുള്ള ആ ബന്ധം, ആ കുടുംബമായിട്ടുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. കൂടാതെ 3 കാര്യമാണ് ഞാൻ ഈ അമ്മാമിയിൽ ക്വാളിറ്റി കണ്ടത്. ദരിദ്രനെ കണ്ട കൂടെ ചേർക്കുക, നഗ്നനെ കണ്ട ഉടുപ്പിക്കുക, വിശപ്പുള്ളവന് അപ്പം കൊടുക്കുക. ഞാൻ 3 മക്കളുമായിട്ട് 2015 അമേരിക്കയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത്, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് എന്നെ കൂട്ടിച്ചേർത്ത ഒരു കുടുംബമാണ് അമ്മിണി മാമയും പീലിപ്പോസ് അച്ഛനും. അതെനിക്കൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ മോൾക്ക് 2.5 വയസ്സേ ഉള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ വ്യക്തമായി കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ മക്കളെ വളർത്തണം അതിന് ഉത്തമ ഉദാഹരണമുള്ളൊരു മാതാവാണ് പ്രിയമണി മാമ. രണ്ടാമത് ബോസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ദേവാലയം ഇല്ലാത്തൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഞാനവിടെ ചെന്നപ്പോൾ 2015 ഞാൻ ആ ബോസ്റ്റണിൽ ചെല്ലുമ്പോൾ ചുമന്ന കാർപ്പറ്റിട്ട വളരെ മനോഹരമായ ഒരു പള്ളിയിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. അതിനു മുമ്പുള്ള സമയങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ചകളിലൊക്കെ പെട്ടിക്കകത്ത് കർത്താവിൻ്റെ തിരിച്ചുവരവ് അടക്കിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നടന്നുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ ആത്മീയമായ ആ ഒരു പ്രയത്നത്തിൽ മനോഹരമായൊരു ദേവാലയം ബോസ്റ്റണിൽ വരുവാൻ സാധ്യമുണ്ടായി. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ മാതാവാണെന്നുള്ളൊരു യാതൊരു സംശയവും ഇല്ല. കാര്യം ബോസ്റ്റൺ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ പറയും
അമ്മണി കൊച്ചമ്മയുടെ കാര്യം പറയാനേ എല്ലാവർക്കും പറ്റത്തുള്ളൂ. എന്നാൽ പ്രതികൂലമായ കാര്യം കൂടെ അച്ഛൻ കടന്നുപോയെങ്കിലും അതിനെ ഒന്നും വകവെക്കാതെ ആ ബോസ്റ്റൺ പ്രദേശത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും ഒരു ദേവാലയം ഒരുക്കി തന്നതിനകത്ത് ഈ കൊച്ചമ്മയുടെ പ്രയത്നം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ആ ബോസ്റ്റണിലെ പ്രിയ മാതാവിനെ അന്ത്യയാത്ര കൊടുത്തിരിക്കുന്ന സമയമാണ്. എൻ്റെ സഹോദരങ്ങളെല്ലാം അവിടെ കടന്നു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനും അവിടെ പങ്കുകൊണ്ട ആളായിരുന്നു. പ്രത്യേകിച്ച് പ്രിയ മാതാവിന് നല്ലൊരു യാത്ര ലഭിക്കുന്നു. പ്രത്യേകിച്ച് സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ വകയായിട്ടും ഞങ്ങളുടെ തോട്ടത്തിൽ ഫാമിലി വകയായിട്ടും നല്ലൊരു യാത്ര ലഭിക്കുന്നു. ഇമ്പമുള്ള പ്രതീക്ഷയിൽ പ്രിയ മാതാവിനെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ കർത്താവും പറയും മാതാവിന് നമുക്ക് യാത്ര അയക്കാം. ഞാൻ തിരിക്കുന്നതിന് മുമ്പ് പ്രിയ പിൽബോസിനോട് സംസാരിച്ചായിരുന്നു. പ്രിയ അച്ഛൻ പറഞ്ഞതുപോലെ ആ ദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ വിഷമത്തിലാണ് പ്രിയദാസൻ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പ്രിയദാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ഓർക്കുന്നു. കർത്താവ് പ്രിയ മാതാവിന് നല്ലൊരു യാത്ര ലഭിക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തോടെ മാറാകട്ടെ. ബോസ്റ്റണിലെ അമ്മണി കൊച്ചമ്മ ചെയ്തതായ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഡ്സൺ ബ്രദറെ വളരെ ആധികാരികമായിട്ട് സംസാരിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കുവാനും കൊച്ചമ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും കഴിഞ്ഞു. ഇങ്ങനെ ഒരു ചെറിയൊരു പ്രസംഗം നടത്തുന്നതിനുള്ള സ്നേഹവും നന്ദിയും കൊളുത്തറ കുടുംബത്തിൻ്റെ നന്ദി സ്നേഹവും എഡിസൺ അങ്കിളിനോട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്ന് ചേരും